കുട്ടി ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്നുള്ള രീതിയിലത്തെ പരാമർശങ്ങളാണ് അവർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമുദായികപരമായിട്ടാണെങ്കിലും അതുപോലെ മറ്റുള്ള മതക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതായത് എൻ്റെ കുട്ടികളെ ഇപ്പം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിജാബല്ല എൻ്റെ പ്രശ്നം. അതായത് അവിടെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അവർ പരാമർശം നടത്തിയത് തട്ടത്തിൻ്റെ പേരിലാണെന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിച്ച ആളുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ആ ഉന്നയിച്ച ആളിനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഇവിടെ അത് ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റുമാണ്. നമസ്കാരം. സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നത്. വിദ്യാഭ്യാസം മൗലികാവകാശമായ രാജ്യമാണ് നമ്മുടേത്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ മൗലികാവകാശങ്ങൾക്ക് എവിടം വരെയാണ് ഇടമുള്ളത്? മുതിർന്ന പൗരന്മാർക്ക് അനുവദനീയമാകുന്ന എല്ലാ സ്വാതന്ത്ര്യവും ബാലാവകാശത്തിൻ്റെ ഗണത്തിൽ വരുന്നുണ്ടോ? മതപരമായ എല്ലാ അവകാശവാദങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴങ്ങേണ്ടതുണ്ടോ? എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ തർക്കം തുടരുകയാണ്. അതിനിടെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ 2 കുട്ടികളുടെ പഠനം നിർത്താൻ രക്ഷിതാക്കൾ തീരുമാനിച്ചു. എന്നാൽ വിവാദത്തിന് കാരണമായ കുട്ടിയെ ഹൈക്കോടതി വിധിക്ക് ശേഷം സ്കൂൾ മാറ്റുന്നതിൽ തീരുമാനമെടുക്കും എന്നാണ് രക്ഷിതാക്കളുടെ നിലപാട്. അതേസമയം ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്ക് എടുക്കുകയാണ് സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ. വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താൻ ആണ് ശ്രമം എന്നാണ് വിശദീകരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം എന്നും സംഘടന വിശദീകരിക്കുന്നു. ഗൂഗിൾ ഫോം വഴിയുള്ള വിവരശേഖരണത്തിന് ശേഷം കണക്ക് പരസ്യപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം. ഹിജാബ് കണക്കെടുപ്പിന് പിന്നിലെ അജണ്ട എന്ത് എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ മുഹമ്മദ് അമീർ, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ശ്രീ TM മുജീബ് റഹ്മാൻ, കേരള മഹൽ കോൺഫെഡറേഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ, ശ്രീ AK അനുരാജ്, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, ശ്രീ PP ജോസഫ്, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി എന്നിവർ ആണ്. ആദ്യം ശ്രീ PP ജോസഫ്, ഇതാ പള്ളുരുത്തി സ്കൂളിലെ രക്ഷിതാവിൻ്റെ പ്രതികരണം ആണ് ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കേൾപ്പിച്ചത്. അതിൽ ആ രക്ഷിതാവ് പറയുന്നത് തങ്ങളുടെ കുട്ടികളെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ അഭിസംബോധന ചെയ്യുക എന്നതിന് പകരം ഭീകരതയാണ് ഈ സ്കൂൾ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മക്കളെ അവിടെ നിന്ന് മാറ്റുന്നത് എന്നുള്ളതാണ്. അതായത് ഹിജാബ് ധരിച്ചെത്തിയാൽ അത് മറ്റുള്ളവർക്ക് ഭയമുണ്ടാക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണം ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് ആ രക്ഷിതാക്കൾ പറയുന്നത്. അത്തരത്തിൽ ഒരു വിഷയമാക്കി ഇത് മാറ്റപ്പെട്ടോ? ശരിക്കും ഒരു നിസ്സാരമായ ആ സ്കൂളിന്റെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത് ആരാണെന്നാണ് മനസ്സിലാകാത്തത്. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയാണ് മനസ്സിലാകാത്തത്. ആ സ്കൂളിൽ ചേരുവാൻ വന്ന സമയത്ത് തന്നെ ആ കുട്ടിയോട് മാതാപിതാക്കളും പറഞ്ഞിരുന്നു, ഇതിന്റെ ഇന്ന യൂണിഫോം വെച്ചാണ് ഈ സ്കൂളിന്റെ ഡിസിപ്ലിൻ. അത് അംഗീകരിച്ച് അവർ വന്നു. കഴിഞ്ഞ 5-6 മാസക്കാരുമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകായിരുന്നു. അവിടെയും 10-50-ലധികത്തോളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർക്കും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഓണോറെ സ്വയം ഈ ഒക്ടോബർ മാസം പകുതി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ കുട്ടി പെട്ടെന്ന് ഒരു വേഷവിധാനം മാറ്റുന്നു. അതിനുശേഷം അതിന് അപ്പോൾ അവർ പറഞ്ഞു ഡിസിപ്ലിൻ ശരിയല്ലോ എന്ന് ആ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ രക്ഷിതാവും ആ കൂടെ STPയുടെ നേതാവ് കൂടെ വന്നിട്ട് പറയുന്നു, ഇത് ഞങ്ങളെ ഇങ്ങനെ ഞങ്ങൾക്ക് വരുവാൻ പറ്റത്തുള്ളൂ. അതിൽ ശ്രീ PP ജോസഫ് ഇത് നേരത്തെ പറഞ്ഞതാണ്. എങ്കിലും ആ രക്ഷിതാക്കൾ പറയുന്നത് ഈ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ടായിരുന്നു പുറപ്പെടാറുള്ളത്, സ്കൂളിലെത്തുമ്പോൾ അത് അഴിച്ചു മാറ്റി വെക്കുന്നു എന്നായിരുന്നല്ലോ. അപ്പോൾ നേരത്തെ മുതൽ അങ്ങനെ എന്നത് ഒരു പക്ഷേ ആ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണമെന്നില്ല. ആ സ്കൂളിൽ ചേരാൻ ചെന്നപ്പോൾ തന്നെ അതിന്റെ ഡിസിപ്ലിൻ ആ കോഡ് ഓഫ് ഇത് കോണ്ടക്ട് അവർ നോക്കിയതാണ്, അവർ കണ്ടതാണ്. അതിൻ്റെ അകത്ത് ഹിജാബ് ധരിക്കുന്നതിൽ വിഷയം കൊണ്ടല്ല, ആ സ്കൂളിനെ സംബന്ധിച്ച് അവിടുത്തെ ആ ഒരു വേഷവിധാനം
അതിനോട് യോജിച്ചല്ലാത്തതുകൊണ്ടാണ് ഈ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്റ്റുഡന്റ് കാഡറ്റ് ഉണ്ടല്ലോ, അവിടെ ആരും ഹിജാബ് എന്തിനാണ് സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്നത്? മതപരമായ ഒരു ഇതും അവിടെ വരാൻ പാടില്ലെന്ന് പറയുന്നു. നമ്മൾ കണ്ട കാര്യമല്ലേ? അതിൻ്റെ അത് വളരെ കൃത്യമായിട്ടുണ്ട്. നമ്മൾ ഇപ്പം പോലീസ് സേനയിൽ ആൾ ചേരാൻ ചേരുന്നു, അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരാൻ ചേരുന്നു, അവിടെ അതിൻ്റെതായ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, അവിടെ വേഷവിധാനമുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇതൊരു ഇവിടുത്തെ ഇപ്പോൾ ഒരു കേരള സമൂഹത്തിലേക്ക് ഇത് കടത്തിവിട്ടിരിക്കുകയാണ് ഒരു വിഷയമാക്കി. ഇതൊരു വിഷയമല്ലായിരുന്നു. അതവിടെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവിടെ പൊക്കോണ്ടുന്നിടത്ത് ഇപ്പോൾ അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വളരെയധികം ചർച്ചകളിലൂടെ അത് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. എങ്കിൽ പോലും രണ്ട് സമൂഹങ്ങളെ തമ്മിൽ ഒരു സമൂഹം ഇതിനെതിരാണെന്നും വേറെ സമൂഹം അതിന് അനുകൂലമാണെന്നുമുള്ള രീതിയിലേക്ക് ഇവിടുത്തെ സമൂഹത്തെ മുഴുവൻ മാറ്റി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ആ പ്രശ്നം അത് വളരെ വലിച്ചു നീട്ടാതെ ഏത് വിധത്തിലും അത് പരിഹരിക്കപ്പെടേണ്ടതാണ് വേണ്ടത്. അല്ല, ഈ താങ്കൾ ആ രക്ഷിതാവിന്റെ പ്രതികരണം കേട്ട് കാണുമല്ലോ. അതായത് ഹിജാബ് ധരിച്ചെത്തിയാൽ അത് ഭയപ്പെടുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമാണ് സ്കൂൾ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് പ്രിൻസിപ്പളും PTA പ്രസിഡന്റും എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അത് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അവരാരും പറഞ്ഞായിട്ടും അറിയത്തില്ല. ഇപ്പൊ ഈ ഒരു ആരോപണങ്ങൾ വന്നതിന്റെ പിന്നീടുള്ള ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതുവരെ ആദ്യ ദിവസങ്ങളൊന്നും ഈ കാര്യങ്ങൾ അവിടെ മാനേജ്മെന്റ് ഭാഗത്ത് ഇങ്ങനെ പറയുന്നില്ല. ഇനി അത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർ പോലും അറിഞ്ഞിട്ടില്ലെന്ന് പ്രിൻസിപ്പൾ പറയുകയുണ്ടായി. അവരാരും ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അതെങ്ങനെ ഹിജാബ് ധരിച്ച് ആരെ ഭീതിപ്പെടുന്ന എങ്ങനെ പറയാൻ പറ്റുന്നത്? ലോകത്തിൽ വളരെയധികം ജനങ്ങൾ ഒരു വലിയ ജനവിഭാഗം ഒരു മതത്തിൽപ്പെട്ടവർ ഉപയോഗിക്കുന്ന വേഷവിധാനം മറ്റുള്ളവരെ ഭയപ്പെടുന്നതും പറയുന്നതും സാമാന്യ നീതിക്ക് നിരക്കുന്നവരാരും വിശ്വസിക്കുന്ന കാര്യങ്ങളുമല്ല. അപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത്? അതായത് ഇപ്പോൾ ഈ രണ്ട് മക്കളുടെ രക്ഷിതാക്കളാണ് ഈ തരത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തിലെ രണ്ട് മക്കളാണത്. അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ട്? അത് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ, അതല്ല അവർ ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത് എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ അവർക്ക് തോന്നിയതാണോ? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അല്ല, അവർക്ക് തോന്നിയതാവാം, അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊച്ചിന് പ്രശ്നം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അത് പല രീതിയിലുള്ള ആരെങ്കിലുമൊക്കെ പിള്ളേരെ ഒന്നിച്ച് മാറ്റിയാൽ അതിനവിടെ ഒരു പറയാൻ പറ്റും ആ സ്കൂളിനെ എല്ലാവരും ബഹിഷ്കരിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ആരുടെയും ഭാഗത്തുണ്ടായപ്പോൾ ഒരുപക്ഷെ ആ പാവപ്പെട്ട ആ രണ്ട് കുട്ടികളെ മാതാപിതാക്കളുടെ കൂടി അതിൻ്റെ അകത്ത് ആ അജണ്ടയുടെ ഭാഗമായി അതിൻ്റെ അകത്ത് വീണുപോയതാണ്. അല്ല, അങ്ങനെ ഒരു അജണ്ടയുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഒരു അജണ്ടയുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടല്ലോ. ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളെ ഏത് വിധേയനും തകർക്കുക എന്ന ഒരു അജണ്ട അതിന് പിന്നിലുണ്ട്. അതിന് യാതൊരു തർക്കവും വേണ്ട. ഏതെങ്കിലും വിധത്തിൽ നമ്മളെ കണ്ടാണല്ലോ കുറച്ചു നാൾ മുമ്പ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ അവര് പ്രാർത്ഥന നിസ്കാരം മുറി ആവശ്യപ്പെടുന്നു. വേറൊരിടത്ത് ഹിജാബിന് പേരുണ്ട്. ഇതൊരു കേരളത്തിലെ സമൂഹത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരാണ് അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത്? അല്ല, ഇത് അതിന്റെ ഏതാനും കുറെ അതിന്റെ പിന്നിൽ കുറെ തീവ്ര ഗ്രൂപ്പുകൾ തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട്, നിങ്ങൾക്കറിയാം ജോസഫ് സാർ ഇവിടെ കൈവിട്ടുകാരാണ്. അതുവരെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെയാണ് ഇതൊരു പ്രത്യേകമായ അജണ്ടയുടെ ഭാഗമായി വളരെ രീതിയിലുള്ള വിഷലിപ്തമായ കാര്യങ്ങളും തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കണമെന്നും തങ്ങളുടെ ഇത് നടപ്പിലാക്കുന്ന രീതിയിലുള്ള മുമ്പോട്ട് പോവുകയും അതിന് വിദ്യാർത്ഥികളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നിർമ്മല കോളേജിൽ കഴിഞ്ഞ 5-6 മാസം മുമ്പ് ഈ സംഭവം ഉണ്ടായത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഒരുപക്ഷെ ജോസഫ് സാറിന്റെ മാഷിന്റെ കൈവട്ടോടുകൂടി അവസാനിക്കുക ആ ഒരു പ്രശ്നങ്ങളെ വീണ്ടും വേറെ രീതിയിലേക്ക് വിദ്യാഭ്യാസ സ്ഥാനങ്ങളിലേക്ക് കടത്തി വിട്ടുകൊണ്ട് വരുന്ന ഒരു വലിയൊരു അജണ്ടയാണ് പിന്നിലുള്ള. അല്ലാതെ ഇതൊരു യാദൃച്ഛിക സംഭവമോ ഒരു സ്വാഭാവിക സംഭവം ഒന്നും അല്ല. ഇപ്പോഴിതാ ഈ ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ കണക്കെടുപ്പടക്കം നടത്താനാണ് സമസ്തയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സംഘടന തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതങ്ങനെ ഒരു രഹസ്യമായ പ്ലാറ്റ്ഫോമിലൊന്നുമല്ല, വളരെ പരസ്യമായി തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത്. അതിനൊരു ഗൂഗിൾ ഫോമും തയ്യാറാക്കി നൽകിയിരുന്നു. ആ ഗൂഗിൾ ഫോമിൽ ഇത്തരം ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതാണ്. അതും ഈ അജണ്ടയുമായി ചേർത്ത് വെക്കേണ്ട ഒന്നായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരള ഗവൺമെന്റിലെ കൊണ്ടുവന്നേ പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള വസ്ത്രവിധാരണം, ജെൻഡർ ന്യൂട്രൽ അത് കൊണ്ടുവന്നു. അത് കൊണ്ടപ്പോൾ തന്നെ അതിനെ ആരാണ് ചേർത്ത്? ഇല്ല, സ്കൂളിന്റെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും സ്കൂൾ സമയത്ത് മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. നമ്മൾ ആലോചിക്കുക കൊണ്ടുതന്നെയാണ് മതപരമായ കാര്യങ്ങൾ, അവരുടെ വ്യക്തിപരമായ ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് വ്യക്തിപരമായ കാര്യങ്ങളും അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും, പക്ഷെ പൊതുസമൂഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനോട് ഇഴുകി ചേർന്നുകൊണ്ട് അവിടെ എല്ലാവരും ഒരുപോലാണ്. എല്ലാ മതസ്ഥരും ഈ ഭരണഘടനയുടെ കീഴിൽ ഇവിടുത്തെ ഭരണഘടനയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പൊ അതിന്റെ കീഴിൽ അതിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യമായി മുമ്പോട്ട് പോവുകയാണ്.
ഇപ്പൊ മറ്റു കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും സ്കൂൾ പോലെ തരങ്ങളിൽ എല്ലാത്തരം വിദ്യാർത്ഥികളും വരുന്നതാണ്. അവരെ ആ രീതിയിലുള്ള ഒരു പിന്നെ മുമ്പോട്ട് പോകുവാൻ ഇവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലേക്ക് ഇതേ രീതിയിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് വരുന്നത് കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഉദാഹരണം ഞാൻ നിർമ്മല കോളേജിന് ശേഷം ഇപ്പോൾ ഈ പള്ളിത്തെ സ്കൂളായി പോയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് വളം വെക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പോടെ പ്രവർത്തിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത്. അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമാകത്തില്ല. ഈ വിഷയത്തെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ചോദിച്ചുകൊണ്ട് ഇനിയാണ് അല്ലേ ഹിജാബ് ധരിക്കണം, ഞങ്ങള് പിന്നെ അത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പറ്റുന്നത്, അതെന്താണ് അതിന്റെ പിന്നെ മതപരമായ അതിന്റെ ആവശ്യങ്ങൾ ഇതാണ്, ഞങ്ങൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ഈ സ്കൂളിൽ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളിലൂടെ സമവായത്തിലൂടെ നടപ്പിലാക്കേണ്ട ചെയ്യേണ്ട ഒരു കാര്യം. ആ സ്കൂളിന്റെ ഞാൻ ചോട്ടെ 2000 ഓപ്ഷൻ ഉണ്ട്. ആ സ്കൂളിൽ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ഈ കുട്ടി 5ാമത്തെ സ്കൂളാണെന്നാണ് പറയുന്നത് മാറി വരുന്നത്. ഭയങ്കര വേദനാജനമായ കാര്യമാണ്. ആ ഒരു കൊച്ചുകുട്ടി 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇങ്ങനെ എല്ലാ വർഷവും സ്കൂൾ മാറുന്നു. അതിന്റെ മാനസികാവസ്ഥ, അതിന്റെ വിഷമം ഒക്കെ നമ്മൾ ഒരു പിതാവ് നിലയ്ക്ക് ഞാൻ ഉൾക്കൊള്ളുകയാണ്. ശരി ശരി അതിനൊരു സാഹചര്യം അതിന്റെ മാതാപിതാക്കൾ അങ്ങനെ ആക്കരുത് എന്ന് മാത്രമേ എനിക്കില്ലാതെ അല്ല, അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളത് കോടതിയുടെ വിധി വന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്നുള്ളതാണ്. ഇത് മറ്റു 2 കുട്ടികളുടെ രക്ഷിതാവിന്റെ പ്രതികരണമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മുജീബ് റഹ്മാൻ, ഇവിടെ ഇതാ ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണം എന്നത് ഇപ്പോൾ ഈ ഹിജാബ് എന്നതൊരു ഭയപ്പാട് സൃഷ്ടിക്കുന്നു എന്ന മട്ടിലാണ് ഈ സ്കൂൾ അധികൃതർ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴൊന്നും അത്തരം ഒരു പ്രതികരണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. വളരെ കൃത്യമായി അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ സൂചിപ്പിച്ചിരുന്നത് സ്കൂളിലെ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ആ കുട്ടി, അപ്പോഴും ഞങ്ങളുടെ കുട്ടി എന്ന് തന്നെയാണ് ആ പ്രിൻസിപ്പൽ പറഞ്ഞ വാചകം, ആ കുട്ടി വരികയാണ് എങ്കിൽ ഇവിടെ വന്നു ചേർന്നപ്പോഴുള്ള സ്നേഹവായ്പകൾ എന്തായിരുന്നോ, കരുതൽ എന്തായിരുന്നോ, അതേ കരുതലോടുകൂടി തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വിദ്യ അഭ്യസിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞതായി ഞാൻ കേട്ടത്. അതിനുശേഷം മറ്റു പ്രതികരണങ്ങൾ നടത്തിയതായി എനിക്ക് അറിവില്ല. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഭീതി ജനിപ്പിക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമൊക്കെ ആ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ഭീതി പരത്തുന്ന ഒന്നായി ഈ പള്ളുരുത്തി സ്കൂളിലെ സംഭവം മാറിയെന്ന് താങ്കൾക്ക് നിരീക്ഷണമുണ്ടോ? ആദ്യമായി നേരത്തെ സംസാരിച്ച പി ജോസഫ് അദ്ദേഹം അടിവരയിട്ട് പറയുകയുണ്ടായി, ഈ രാജ്യത്ത് ഭരണഘടനയനുസരിച്ച് കൊണ്ടാണ് എല്ലാവരും മുന്നോട്ട് പോകേണ്ടത് എന്ന്. അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഈ രാജ്യത്ത് എല്ലാവരും ഭരണഘടനയനുസരിച്ച് കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. രാജ്യത്ത് ഏതൊരു മതവിശ്വാസിക്കും അവൻ്റെ മതമനുസരിച്ച് മുന്നോട്ട് പോകാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവൾ പഠിക്കുന്ന കലാലയത്തിൽ അവളുടെ തല മറച്ചുകൊണ്ട് പോകാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ സംസാരിച്ച കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി ആ കുട്ടി 5ാമത്തെ സ്കൂളാണ് എന്ന്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആ വിവരം കിട്ടിയത്? സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണോ, PTA ഭാഗത്തു നിന്നാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണോ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 5ാമത്തെ സ്കൂളാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്താസ് സ്കൂളിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. അതിനു മുമ്പ് ആ കുട്ടി പഠിച്ച 4 സ്കൂളുകൾ ഏതൊക്കെയാണ്? അപ്പോൾ അത് കളവാണ്. അത് അദ്ദേഹത്തിന് ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞായിരിക്കും. പക്ഷെ അത് തന്നെ പലരും ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ആ സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ആ കുട്ടിയുടെ കുടുംബം നിഷേധിച്ചു എന്ന് പറഞ്ഞു, ഒഴിവാക്കി എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ. ആ സ്കൂള് ഏത് യൂണിഫോമാണോ പറഞ്ഞിട്ടുള്ളത് ആ യൂണിഫോം തന്നെ ഇട്ടുകൊണ്ടാണ് ആ കുട്ടി ആ കലാലയത്തിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. ആ യൂണിഫോമിൻ്റെ മുകളിൽ ആ തലയുടെ ഭാഗത്ത് ഒരു കറുത്ത സ്കാർഫ് ധരിച്ചു എന്നുള്ളത് മാത്രമാണ് ആ യൂണിഫോമിന് വിരുദ്ധമായ രീതിയിൽ പറയുന്നത്. അവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞു ആ കുട്ടി ഇതിനു മുമ്പ്, നമ്മൾ പല ആവർത്തി സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, ആ കുട്ടി ഇതിനു മുമ്പ് തലയിൽ തട്ടനിടാതെയാണ് കലാലയത്തിലേക്ക് എത്തപ്പെട്ടിരുന്നത്. അങ്ങനെയല്ല അവിടെ ഇതൊക്കെ നമ്മൾ പറയുന്നതല്ലല്ലോ. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾ പറയുന്ന വിഷയമല്ല. അവരുടെ രക്ഷകർത്താക്കൾ പറയുന്നു എൻ്റെ കുട്ടിയെ ആ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് തട്ടനിട്ടുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കലാലയത്തിന്റെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ തട്ടൻ അഴിപ്പിച്ച് ആ കുട്ടിയുടെ ബാഗിൽ വെച്ച് തിരിച്ച് ക്ലാസ് കഴിയുമ്പോൾ തിരിച്ച് ബാഗിൽ നിന്ന് തട്ടനെടുത്ത്
തലയിട്ട് കൊണ്ട് പോരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ആ രക്ഷകർത്താവ് പറയുന്നു. ഇന്നലെ ഞാൻ രക്ഷകർത്താവിനെയും അതേപോലെ തന്നെ ഈ സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് അധികൃതരെയും സ്കൂളിൽ ചെന്ന് അവരെ നേരിൽ കണ്ട് 1 മണിക്കൂറോളം നമ്മുടെ നേരത്തെ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഹെൽന സിസ്റ്റർ എന്ന അവിടുത്തെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചു. ഈ രണ്ടുപേരുമായി സംസാരിച്ചതിൽ രക്ഷകർത്താവ് ഏതൊരു വിട്ടുവീഴ്ചക്കും അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം ഏറ്റവും താഴെയുള്ള വിട്ടുവീഴ്ച എന്നുള്ള രീതിയിലേക്ക് എൻ്റെ മകൾക്ക് ഹിജാബ് ഇട്ടുകൊണ്ട് അവിടെ പഠിക്കുന്നത് ആ സ്കൂളിന്റെ യൂണിഫോമിന് വിരുദ്ധമാണെങ്കിൽ, അതേപോലെ തന്നെ എൻ്റെ കുട്ടിയോട് പറഞ്ഞതുപോലെ തന്നെ ആ യൂണിഫോം ഇട്ട് അതല്ലെങ്കിൽ ആ ഹിജാബ് ഇട്ടുകൊണ്ട് കലാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഭീതി ഉണ്ടാകുന്നെങ്കിൽ ആ കലാലയത്തിൽ നിന്ന് എൻ്റെ കുട്ടിയെ പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആ രക്ഷിതാവ് അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു. ഞാൻ താങ്കളോട് ഇടപെട്ട് ചോദിക്കുന്നത് ഇതിലെവിടെയാണ് ഈ ഭീതി പരത്തുക എന്ന ഒരു സംഭവത്തിലേക്ക്? ഇത് രണ്ടും രണ്ട് ടേമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. അതായത് ഒരു സ്കൂളിന്റെ ചട്ടവും അല്ലെങ്കിൽ ആ ചട്ടം ലംഘിച്ചാൽ അത് ഭീതി പരത്തുന്നു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. ആ ഭീതി പരത്തുന്നു എന്നുള്ളത് പറഞ്ഞത് ഇവിടുത്തെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളോ അതല്ലെങ്കിൽ വേറെ ആരും അല്ല. ആ കുട്ടിയോട് ആ കുട്ടിയെ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞ കാര്യമാണ് എന്ന് കുട്ടി പറഞ്ഞിട്ടുള്ള അറിവേ നമുക്കുള്ളൂ. ആ കുട്ടി ഇനി കളവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ കുട്ടി കളവ് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടീച്ചർ പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത് അനുസരിച്ചുകൊണ്ടാണ് ആ ഭീതി പരത്തുന്നു എന്നുള്ള പ്രചാരണം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ശരിയാണോ എന്നുള്ളത് പോലീസ് ഓഫീസർമാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ കുട്ടിയുമായി ഒരു ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് അതേപോലെ തന്നെ അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തട്ടെ. ഇവിടെ നടന്നിട്ടുള്ളത് ആ കുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനാവശ്യ ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ആ സ്കൂളിലെ ഹെഡ് മിസ്സസ് ആയിട്ടുള്ള അന്നേരം പത്രസമ്മേളനം നടത്തിയ ഹെൽന മാഡവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നോക്കം പോകാൻ കഴിയില്ല. അത് നിലവിൽ ഞങ്ങളുടെ മുകളിൽ നിന്നുള്ള സഭയുടെയും അതേപോലെ തന്നെ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെയും തീരുമാനമാണ്. ആ വിഷയത്തില് ആ കുട്ടിയുടെ പിതാവ് ഏറ്റവും നല്ലൊരു തീരുമാനം, ആ സ്കൂളിന് ബുദ്ധിമുട്ടില്ലാത്ത, നാട്ടിൽ കുഴപ്പമില്ലാത്ത, നാട്ടില് കലാപങ്ങൾ ഉണ്ടാകാത്ത ഏറ്റവും നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഷയം പരിഹരിച്ച്. അല്ല, പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈക്കോടതി വിധി വന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്ന് ആ കുട്ടിയുടെ രക്ഷിതാവ് പറയുന്നു എന്നുള്ളതാണ്. ഞാൻ ആവർത്തിക്കുന്നു, ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ പ്രതികരണമല്ല നമ്മൾ കേൾപ്പിച്ചത്, മറ്റു രണ്ട് കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രതികരണമാണ്. ഞാനിപ്പോ ഈ ചാനൽ ചർച്ചയിലൊക്കെ വരുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ പിതാവ് അനസിനെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നിങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഞാൻ ചർച്ചയിലേക്ക് പോവുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന്, എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞ കാര്യം എനിക്കറിയില്ല, കുട്ടിയെ TC വാങ്ങി സ്കൂളിൽ നിന്ന് പിൻവലിക്കുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതെ, ശരി, അങ്ങനെയെങ്കിൽ ക്ലിയർ ആണ്. റൈറ്റ്, താങ്കൾ പറയുന്നത് അങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി ശ്രീ മുഹമ്മദ് അമീർ കൂടി പങ്കെടുക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദ് അമീർ, ഈ സെന്റ് റീത്താസ് സ്കൂളിൽ നടന്ന ഒരു വിഷയത്തെ അവിടെ വെച്ച് പരിഹരിക്കപ്പെടേണ്ടതും അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുമാണ് എന്ന ഒരു പൊതു വിലയിരുത്തൽ സമൂഹത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിടയിലാണ് ഈ ചില സംഘടനകൾ കേരളത്തിൽ ഏതൊക്കെ സ്കൂളുകളിൽ ആണ് ഹിജാബ് വിലക്കിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച സർവേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതപ്പോൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ രാവിലെ ആ സംഘടനാ പ്രതിനിധികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിന് മറ്റ് സംഘടനകളുടെ പിന്തുണ കൂടിയുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ആ സംഘടനകൾ കൂടി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നിരക്കുന്നതാണോ? ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ വിഷയമെങ്കിൽ അത് ആ സ്കൂളിൽ അവസാനിപ്പിക്കട്ടെ എന്നത് തീരുമാനിക്കാം. പക്ഷേ ഇനിയിപ്പോൾ ഇത്തരം സ്കൂളുകൾ ഉണ്ട് എങ്കിൽ ആ സ്കൂളുകളുടെ എല്ലാം ലിസ്റ്റ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നിടത്ത് അവിടെയാണല്ലോ ഇതൊരു അജണ്ടയുടെ ഭാഗമാണോ എന്ന സംശയമുണ്ടാകുന്നത്. അഭിലാഷ്, ഇതില് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പൊരു രക്ഷിതാവിന്റെ വോയിസ് കേൾപ്പിച്ചു. ആ വോയിസില് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിംഗ് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെയൊക്കെ മതവിശ്വാസത്തിന്റെ ഭാഗമായ ഒരു ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റിയെ അവര് പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകര് ചോദ്യം ചെയ്യുകയും പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ അത് എന്റെ ഐഡന്റിറ്റി മറ്റുള്ളവർക്ക് ഇത്രമേൽ വലിയൊരു പ്രശ്നമാണോ എന്ന് ആ കുട്ടി ചിന്തിച്ചു പോവുകയും ആ കുട്ടിയുടെ കൂടി പ്രതികരണം കൊണ്ടായിരിക്കും ആ രക്ഷിതാക്കൾ ഇനി എന്റെ കുട്ടി ആ സ്കൂളിൽ വിട്ടാൽ ഈ കുട്ടിക്കും ഇതൊരു മാനസികമായ ആഘാതമാകോ എന്നുള്ളൊരു ഭയത്താലായിരിക്കും അവർ TC വാങ്ങുന്നത്. ഇപ്പൊ ഈ 8ാം ക്ലാസ് പഠിക്കുന്ന ഈ 8ാം ക്ലാസ്സിലെ കുട്ടിയുടെ തട്ടം നമുക്ക് മനസ്സിലാകും. ഇത് പക്ഷെ 2ിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവരൊക്കെ ഇത്രമേൽ
ചിന്താഗതിയുള്ള വിശാലമായി ചിന്തിക്കുന്ന കുട്ടികളാണോ എന്നൊരു സംശയം ഞാൻ താങ്കളൊരു വിദ്യാഭ്യാസ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രക്ഷിതാവിനൊരു കൺസേൺ ഉണ്ടാവില്ല അഭിലാഷ്. രക്ഷിതാക്കൾ ഓക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. നോക്ക്, അത് എന്റെ ഒരു റിലീജിയസ് ഐഡന്റിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോ നാളെ എന്റെ മക്കൾ വളർന്നു വരുമ്പോഴും പിന്നെ ധരിക്കേണ്ട ഒരു റിലീജിയസ് ഐഡന്റിറ്റി ആ സ്കൂളിൽ ഇത്രമേൽ പ്രശ്നവൽക്കരിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോ ആ ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്ന എന്റെ കുട്ടികൾക്ക് നാളെ ഈ ഗതി വരുമോ എന്നുള്ള ഒരു ഫിയർ ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുന്നില്ലേ? ഈ ഫിയർ ഫാക്ടർ അത് ആ സ്കൂളിൽ മാത്രമല്ല വേറെയും അനേകം സ്കൂളുകളിൽ ഉണ്ടായിക്കൂടെ? ഇവിടെ പിന്നെ ഈ സ്കൂളിന്റെ തന്നെ ഇപ്പൊ പറഞ്ഞു ഇത് രമ്യമായി പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നു. ആ പ്രിൻസിപ്പൾ വിചാരിച്ചിരുന്നെങ്കിൽ എത്ര രമ്യമായിട്ട് ഇത് പരിഹരിക്കാമായിരുന്നു. അവിടെ പിന്നെ ഇവരെ വെബ്സൈറ്റിൽ അങ്ങനെ നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കും. എന്താണ് ആ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച? അസഹിഷ്ണുത അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കാരണം എന്റെ ചോദ്യം ശ്രീ മുഹമ്മദ് അമീർ, താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഈ കുട്ടിയെ അതായത് ഇത് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഈ സ്കൂൾ മാനേജ്മെന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, പലതവണ ഹിജാബ് ധരിച്ച് അവിടെ വന്നിരുന്നു കുട്ടി. അപ്പോഴൊക്കെ ആ കുട്ടിയെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളെ വിളിപ്പിക്കുകയാണ് ചെയ്തത്. കലോത്സവ ദിവസം പൂർണ്ണമായും ഹിജാബ് ധരിച്ച ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ചട്ടത്തിന് വിരുദ്ധമാണെങ്കിൽ സ്വാഭാവികമായും രക്ഷിതാക്കളെ വിളിപ്പിക്കുക, പറയുക. അതല്ലേ അവിടെ എവിടെയാണ് നമുക്ക് അസഹിഷ്ണുത കാണാൻ പറ്റുന്നത്? പിന്നീട് അവിടേക്ക് കുറച്ചധികം പ്രവർത്തകർ വരികയും അവിടെ നടത്തി ഇതേ രക്ഷിതാവ് തന്നെ മറ്റുള്ള ആളുകളുമൊക്കെയായി ആ സ്കൂൾ ഗേറ്റിൽ നടത്തിയ പ്രകടനങ്ങളും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെ അതില് ഏതെങ്കിലും പാർട്ടിക്കാർ പങ്കെടുത്തോ രാഷ്ട്രീയ മുതലെടുപ്പ് നടന്നോ എന്നുള്ളതൊന്നും പിന്നെ നമ്മള് പിന്നെ അതൊക്കെ മാറ്റി വെക്കുക. ഈ പിന്നെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ റിലീജിയസ് ഐഡന്റിറ്റിയോട് ഇത്രമേൽ ഇൻടോളറൻസ് തോന്നേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ ആലോചിച്ചോക്കെ. പിന്നെ ഇതിലെല്ലാരും ഈ വിഷയത്തിൽ പറയണം, ആ പ്രിൻസിപ്പൾ ധരിച്ച അതേ വസ്ത്രം, അവരൊരു നൺ ആണ്, ഒരു കന്യാസ്ത്രീയാണ്. എന്താണ് ഒരു കന്യാസ്ത്രീ? സ്വന്തത്തെ കർത്താവിലേക്ക്, ദൈവത്തിലേക്ക് സമർപ്പിച്ച ഒരു സ്ത്രീ എന്ന് സ്വയം തീരുമാനിച്ച ഒരു സ്ത്രീയാണ് കന്യാസ്ത്രീ. അവരൊരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നു. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് ഏതൊരു മുസ്ലിം സ്ത്രീയും അവര് സ്വന്തത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ചവരാണ്. അവരെ സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു താങ്കളോട് ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഒന്ന്, ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി സ്കൂൾ അധികൃതരെ ഭാഗമാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ കുട്ടികൾ പോകുന്നത് സംബന്ധിച്ച്, അതായത് ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന 2 കുട്ടികൾ അവിടെ നിന്ന് TC വാങ്ങാൻ തീരുമാനിച്ചു എന്നത് സംബന്ധിച്ച് അവർക്ക് അറിയിപ്പൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ് അവർ ചർച്ചയുടെ ഭാഗമായി ആരെയും അയക്കാത്തത്. ഒരു പക്ഷേ ഈ അവധി ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകില്ലായിരിക്കാം. പക്ഷേ ഇതേ ആളുകൾ തന്നെ പറഞ്ഞത്, ഞങ്ങളുടെ വിദ്യാഭ്യാസ സമയത്ത് ഈ പറയുന്ന സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടേതായ മതപരമായ ഐഡന്റിറ്റി, താങ്കൾ ഈ സൂചിപ്പിച്ച ശിരോവസ്ത്രമൊന്നും ധരിച്ചുകൊണ്ടല്ല സ്കൂളിൽ പോയത് എന്നുള്ളതാണ്. ഈ ക്രിസ്ത്യൻ നൺസ് എത്രയോ വ്യത്യസ്തമായ മാനേജ്മെന്റുകൾക്ക് കീഴിൽ അവരവരെ വസ്ത്രം ധരിച്ച് പോകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് നിരവധി മാനേജ്മെന്റ് സ്കൂളുകളിൽ, വ്യത്യസ്തമായ മാനേജ്മെന്റ് സ്കൂളുകളിൽ പോകുന്നുണ്ട്. ഇതിപ്പോൾ ആ സ്കൂളിന്റെ ചട്ടം എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ നോക്ക്, ഇവിടെ ഏത് മതവിഭാഗത്തെ എടുത്താലും, ഒരു ഹൈന്ദവൻ എടുത്താലും ക്രൈസ്തവൻ എടുത്താലും മുസ്ലിം എടുത്താലും, അവരുടെയൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലീജിയസ് ഐഡന്റിറ്റി ഉണ്ടാവും. അതായത് ഞാൻ താങ്കളോട് ആവർത്തിച്ച് പറയാം. അതായത് താങ്കൾ ഈ പറയുന്നത് പോലെ മതപരമാകുന്ന ചിഹ്നങ്ങൾ, മതചിഹ്നങ്ങൾ, അതുപോലെയുള്ള വസ്ത്രധാരണം, ഇതൊക്കെ അംഗീകരിക്കപ്പെടുന്ന നിരവധി കോളേജുകളും നിരവധി സ്കൂളുകളും ഒക്കെ ഉണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതിലൊന്നും ആർക്കും തർക്കമില്ല. ഇത് അനുവദിക്കാത്ത സ്ഥാപനങ്ങളുമുണ്ട്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാംസാഹാരം അനുവദിക്കാറില്ല, വെജിറ്റബിൾ ഫുഡ് മാത്രമേ പാടുള്ളൂ എന്ന് മാനേജ്മെന്റ് തന്നെ നിഷ്കർഷിച്ച് അവരെ ചേർക്കുമ്പോൾ തന്നെ പറയുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ നിഷ്കർഷിയുള്ള ഒരു സ്ഥാപനമാണിത് എന്ന് അവർ പറയുന്നു. അവർക്ക് മറ്റേതെങ്കിലും സ്കൂളുകളിൽ ഇത് ധരിക്കുന്നതിനോടോ പുറത്ത് ധരിക്കുന്നതിനോടോ അവർ ഒരു അതൃപ്തിയും പ്രകടിപ്പിച്ച് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് താങ്കളോട് ചോദിക്കേണ്ടി വരുന്നത്. അഭിലാഷ്, ഒരു കാര്യം, ഈ പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് മതത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നുണ്ടാവും, ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടാവും. ഒരു ക്രിസ്ത്യൻ കന്യാസ്ത്രീക്ക് അവരൊരു പിന്നെ ഒരു കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചതിന് ശേഷം ധരിക്കുന്ന ഒരു വസ്ത്രം, അത് എല്ലാ സമയത്തും ധരിക്കുന്നത് പോലെ തന്നെ ഒരു മുസ്ലിം സ്ത്രീക്ക് അവര് പ്രായപൂർത്തിയായാൽ എല്ലാ സമയത്തും ധരിക്കേണ്ട ഒരു വസ്ത്രമാണ് ഈ ഹിജാബ് എന്നുള്ളത്. അതിനെ ആ വിശുദ്ധിയോടെ തന്നെ നമ്മൾ കാണണ്ടേയില്ലേ? പിന്നെ അത് ഒരു മാംസഭക്ഷണം ഒഴിവാക്കുന്ന പോലെ ഏതെങ്കിലും സമയത്ത് ഒഴിവാക്കി വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരു മുസ്ലിം റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ചുള്ള വലിയൊരു ഇഗ്നോറൻസ് പൊതുബോധത്തിൽ നന്നായിട്ടുണ്ട്. ഇതിപ്പോ ഒരു സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായിട്ട് അഴിച്ചു വെച്ചുകൂടെ ഞാൻ ചോദിക്കാൻ മാത്രം അത്ര സില്ലിയായ ഒരു കാര്യമായിട്ട് എങ്ങനെയാണ് പൊതുബോധത്തിന് തോന്നുന്നത്? ഒരു കന്യാസ്ത്രീ
കുട്ടിക്ക് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ഒരു പ്രായപൂർത്തിയായ ഒരു മുസ്ലിം പെണ്ണിന്റെ ഹിജാബ് എന്നുള്ളത്. ആ കുട്ടി എത്രത്തോളം മാനസികാഘാത അനുഭവിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പിന്നെ ഫാദർ പിന്നെ ഫേസ്ബുക്കിലും വാർത്തകളിലും ഒക്കെ പറയുന്നുണ്ട്. അതിന് അസുഖം ബാധിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. അതിനാരാണ് ഇവിടെ ഹീൽ ചെയ്യുക? ആ മുറിവ് ഉണക്കാൻ ഇവിടെ ആരാണ് വരിക? ഒരു കാര്യം കൂടി, നമ്മളെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഈ പിന്നെ മീഡിയന്റെ മുമ്പിൽ അവിടുത്തെ പ്രിൻസിപ്പൾ വന്നിട്ട് വളരെ ധാർഷ്ട്യത്തോടെ പരിഹാസത്തോടെ ചിരിച്ച ഒരു ചിരിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കേരളത്തിലെ പിന്നെ മലയാളികൾക്കിടയിൽ ഒരു കന്യാസ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു കരുണയോടെ വന്നെത്തുന്ന ഒരു മുഖം ഉണ്ടായിരുന്നു മദർ തെരേസന്റെ ഒക്കെ. ഇന്ന് നിങ്ങൾ ധാർഷ്ട്യവും പരിഹാസവും എന്തായിരുന്നു? എനിക്കത് ബോധ്യപ്പെടുന്നില്ല. ആ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലുള്ള ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. ആ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങളാണ് ഞാൻ കോട്ട് ചെയ്തത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ പോളിസി അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, അതാര് വിചാരിച്ചാലും മാറ്റില്ല എന്നുള്ളതാണ്. അതിപ്പോൾ താങ്കൾ പറയുന്നതിന് തുല്യമാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? പ്രായപൂർത്തിയായ ഒരു മുസ്ലിം പെൺകുട്ടി അവൾ വിശ്വാസിയാണെങ്കിൽ അവൾ തട്ടമിട്ടുകൊണ്ട് നടക്കണം എന്നുള്ളത് നിങ്ങളുടെ മതപരമായ കാർക്കശ്യമാണെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആ സ്ഥാപന മേധാവിക്ക് അത്തരം കാർക്കശ്യം ഉണ്ടാകാം. അവരാണ് ആ സ്ഥാപനത്തിന്റെ മേധാവി. അങ്ങനെ എല്ലാരും ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചുകൂടെ അഭിലാഷ്? അങ്ങനെ എല്ലാരും ചിന്തിച്ചു തുടങ്ങിയാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു പോളറൈസേഷൻ എത്രയായിരിക്കും? അഭിലാഷ് ഒരു കാര്യം കൂടി അഭിലാഷ്, ഈ സെന്റ് റീത്ത സ്കൂളിൽ പഠിക്കുന്ന ബാക്കിയുള്ള മുഴുവൻ കുട്ടികളും അവര് നാളെ അവരുടെ ജീവിതത്തിൽ ഒരു ഹിജാബിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണ്? ആ പോളറൈസേഷൻ ആരാണ് മറുപടി പറയാ? അല്ല, അത് താങ്കൾ ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടി വരില്ലേ? താങ്കൾ ഈ പറയുന്നത് പോലെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. അവരുടെ മക്കളെ ഏത് തരത്തിൽ വളർത്തണം എന്നുള്ള താല്പര്യമുണ്ട്. അതൊക്കെ ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ കുറച്ച് മാറ്റിവെക്കുക എന്നുള്ളതാണ് പൊതുവെ സ്വീകരിച്ചു വരുന്ന ഒരു ശീലം. ഇതാണ് നിങ്ങൾക്ക് മുസ്ലിം റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ചുള്ള തീരെ ഇല്ലാത്ത ഒരു ധാരണയില്ല. ശ്രീ മുഹമ്മദ് അമീർ, മുസ്ലിം റിലീജിയസ് പ്രാക്ടീസിനെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ലോകത്തിലെ മുസ്ലിങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം വേണം, കേരളത്തിലെ മുസ്ലിങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവം വേണം. അങ്ങനെയല്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മതവിഭാഗങ്ങൾക്കും ബാധകമല്ലേ? ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഹിന്ദുവാണ് എന്ന് കരുതുക. എൻ്റെ ക്രിസ്ത്യാനിറ്റിയും എൻ്റെ ഹിന്ദുത്വവും മറ്റ് ഉള്ള ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും തുല്യമാകണമെന്നില്ല എന്ന് ഞാൻ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഒഴിച്ചുകൂടാനാവാത്ത ഒരു പബ്ലിക് സ്പേസിൽ ധരിക്കണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ചോയ്സ് ആണ്. ഞാൻ ആരെങ്കിലും ധരിക്കണില്ല എന്ന് വെക്കുക, അതിലൊരു പ്രശ്നമില്ല. ഒരു കുട്ടി ഹിജാബ് ധരിക്കണം, എനിക്ക് ഹിജാബ് ധരിക്കണ്ട എന്ന് പറഞ്ഞ് ഈ സെന്റ് റീത്ത സ്കൂളിൽ പോയാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു റിലീജിയസ് പ്രാക്ടീസ് അവർക്ക് ഒഴിച്ചുകൂടാനാവാത്തവർ ധരിക്കണം എന്ന് പറഞ്ഞാൽ അതിനോടൊരു അസഹിഷ്ണുത എന്തിനു തോന്നണം എന്നുള്ളതാണ്. അല്ല, അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായി നിസ്കാരം എന്നത് പ്രധാനപ്പെട്ടതല്ലേ? അപ്പോൾ സ്കൂളുകളിൽ നിസ്കാര മുറികൾ, നേരത്തെ പി ജോസഫ് പറഞ്ഞ പോലെ അത് അനിവാര്യതയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടി വരില്ലേ? നിസ്കാരമുറി അനുവദിക്കണം എന്നില്ലല്ലോ, നിസ്കാരമുറി വേണമെന്നില്ലല്ലോ നമസ്കരിക്കാൻ. അവർക്ക് പുറത്തുപോയി നമസ്കരിക്കാമല്ലോ. കേരളത്തില് പല സ്കൂളുകളിലും പോകുന്ന കുട്ടികൾ സ്കൂളുകളിൽ നമസ്കരിക്കാൻ പറ്റാത്ത ഒരു ബ്രേക്ക് സമയത്ത് പുറത്തുപോയി നമസ്കരിച്ചു വരുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അതാണ് ശ്രീ അനുരാജ് കൂടി ഈ ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ്. അതായത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒഴിച്ചുകൂടാനാവാത്ത അനിവാര്യതയാണ് ഇത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിജാബ് ധരിച്ചു കൊണ്ടുവരുന്ന ഒരു കുട്ടിയെ എന്തിനു വിലക്കണം എന്നുള്ള ഒരു ചോദ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഹിജാബ് ധരിക്കാത്തവർ അത് ധരിക്കാതെ വന്നുകൊള്ളട്ടെ എന്ന നിലപാടുമാണ് സ്വീകരിക്കുന്നത്. അഭിലാഷ് തന്നെ ചർച്ചയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇത് ഒരു മതത്തിലെ ഒരു ചെറിയ വിഭാഗം അവര് മാത്രം ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ്. അല്ല, അത് ശ്രീ AK അനുരാജ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ലോകത്തിലെ മുഴുവൻ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ കുറിച്ച് കഴിയുന്നത്ര പഠിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. മുസ്ലിം റിപ്പബ്ലിക് രാജ്യങ്ങളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇന്ന് ഒരു രാജ്യത്ത് ബുർക്ക എന്നത് പൊതുവിടങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. അതിന് കാരണം ആ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചാണ്. മറ്റു പല മുസ്ലിം രാജ്യങ്ങളിലും ഇത് നിർബന്ധമായി ഞാൻ കണ്ടിട്ടില്ല. അത് ഒരുപക്ഷെ എൻ്റെ അറിവിന്റെ പോരായ്മയും ആകാം. ഒന്നുമല്ല അഭിലാഷ, ഒന്നുമല്ല. അതുകൊണ്ടല്ല ഞാനത് പറയാം. അതായത് വെച്ചാല് നമ്മളിപ്പോ ഈ ഓരോ മതം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന 3 മതങ്ങളായിരുന്നു: ഹിന്ദു മതം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം. ഇത് മാത്രമേ ചർച്ച ചെയ്യൂ. ബുദ്ധിസ്റ്റ്, ജൈനിസം, അങ്ങനെ പല എന്തെല്ലാം മതങ്ങളും മതം ഇല്ലാതെ ജീവിക്കുന്നവരും.
അപ്പൊ ഇങ്ങനെ എല്ലാവരുടെയും കസ്റ്റംസ് ഒക്കെ മനസ്സിലാക്കുക മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ സാധ്യമല്ല. അപ്പൊ ഇവിടെ ഇസ്ലാം മതവിശ്വാസത്തിന്റെ എല്ലാ ആചാരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുമെന്ന് അഭിലാഷോട് ചോദിച്ചിട്ടുണ്ട്. തിരിച്ചു ചോദിച്ചാൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട അറിയാത്ത വേറൊരു ആങ്കർ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ മാധ്യമപ്രവർത്തകർ ഉണ്ടാവും. അപ്പൊ നമ്മുടേത് ഭാരതത്തിലേത് പൊതുവെ ലിബറൽ ആയിട്ടുള്ള സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളുടെ ഡിസിപ്ലിന്റെ കാര്യത്തിലായാലും ഈ പറഞ്ഞ യൂണിഫോമിന്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു പരിധി വരെ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാ മതങ്ങളുടെ കാര്യത്തിലുണ്ട്. ഇന്നിപ്പോ നമ്മൾ ഈ ദിവസങ്ങളുടെ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മളിപ്പം അടിസ്ഥാനമാക്കുന്നത്. അതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സാഹചര്യം. എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയയെ അതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പൊ പ്രചരിക്കുന്ന ഒരു എന്താ പറയാ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ സറ്ററിക്കൽ ആയിട്ടുള്ള ഒരു കാർഡ്. അതിനകത്ത് എന്താ, ഒരു കുട്ടി ഈ പറഞ്ഞ പോലെ ഇസ്ലാം മതത്തിന്റെ ചിഹ്നവും, വേറൊരു കുട്ടി ഹിന്ദു മതത്തിന്റെ ചിഹ്നവും, വേറൊരു കുട്ടി ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നവും അത് പ്രദർശിപ്പിച്ചുകൊണ്ട് സ്കൂളിലേക്ക്. ഇങ്ങനെ ഒരു കേരളമാണോ നിങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ തന്നെ നടന്ന ചർച്ചയിൽ പലരും പറഞ്ഞു, നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വരുമ്പം മതത്തിൽ നിന്ന് മാറിയിട്ട് ഒരു മതനിരപേക്ഷ സമൂഹത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കണമെന്ന് പറയാം. നമ്മളൊക്കെ മുതിർന്ന ആൾക്കാർ അതിന് നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവരാണ്. താഴെ നമ്മുടെ എല്ലാം പ്രവർത്തന മേഖല എഴുതി വെച്ചിട്ടുണ്ട്. ആ മേഖല വെച്ചിട്ട് കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് നീങ്ങുന്നത്. ഈ സ്കൂളിന്റെ കാര്യത്തിന്റെ എടുത്താൽ എന്താണ്, പല സ്കൂളുകളിലും നമ്മൾ നേരത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ചു പലതരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പം ഇസ്ലാം മത സംഘടന നടത്തുന്ന സ്കൂളുകളിൽ പോലും നിയന്ത്രണങ്ങളുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഡിസിപ്ലിൻ എന്നുള്ളത് നമ്മുടെ വളരെയധികം ആവശ്യമാണ്. അതൊരു ഏത് ആൾക്കൂട്ടത്തിനായാലും ഡിസിപ്ലിൻ ആവശ്യമാണ്. അതൊരു ഇസ്ലാമിക സംഘടനകൾക്ക് ഡിസിപ്ലിൻ ഇല്ലാതെ നമുക്ക് ആൾക്കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ ബോധം കുട്ടികളിൽ ജനിപ്പിക്കാൻ വേണ്ടിയാണ് കുട്ടികളിൽ യൂണിഫോം ഏർപ്പെടുത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് എന്താ ഇത് പാലിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ മുന്നോട്ട് നിൽക്കുന്നു കേരളം എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ കേരളത്തിന്റെ പിക്ചർ എന്താണ്? കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷൻ ഇല്ല, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ഇല്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ ഉണ്ട്. +2 വരെ വലിയ ബുദ്ധിമുട്ടില്ല. ഈ സാഹചര്യം കൂടെ മാറുന്ന സാഹചര്യത്തിൽ എത്ര രക്ഷിതാക്കൾ ഇഷ്ടപ്പെടുന്നത് തങ്ങളുടെ മക്കൾ കേരളം വിട്ടുപോകുന്നു? കേരളം ഭാർഗവി നിലയമാണ്, ഈ വൃദ്ധ ദമ്പതികളുടെ വീടുകളാണ്. എത്രയോ വീടുകൾ ഒഴിഞ്ഞു കിടക്കും. പത്തനംതിട്ട ജില്ലയിൽ അത്ര, മറ്റേ ജില്ലയിൽ ഇത്ര കണക്കെടുക്കുകയല്ലേ മാധ്യമപ്രവർത്തകരും പൊതുസമൂഹമൊക്കെ? വളരെയധികം വേവലാതിപ്പെടുകയാണല്ലോ. ആരാണ് ഇതിന്റെ കാരണക്കാർ? ഇവർ തന്നെയാണ് ഇതിന്റെ കാരണക്കാർ. ഇത് ഒട്ടും ആലോചിക്കാതെ വളരെ ലാഘവ ബുദ്ധിയോടെ തീർത്തും എന്താ പറയാ, അവനവര് തന്നെ ആത്മഹത്യാപരമായ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ചെറിയ കൂട്ടങ്ങളാണ്. അവരുടെ വലയത്തിൽ മറ്റു വലിയ വലിയ സംഘടനകൾ പെട്ടുപോവുകയാണോ? അങ്ങനെയാണോ ഹിജാബ് കണക്കെടുപ്പ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് മുൻകാലങ്ങളിൽ അല്പം സെക്യുലർ ആയിട്ട് ഇടപെട്ടിരുന്ന മതസംഘടനകളൊക്കെ പലരും സെക്യുലറായി ആവാൻ ശ്രമിക്കുന്നവയോ അല്ലെങ്കിൽ ഒരു പരിധിയോടെ ആള് എന്ന് നമുക്ക് പറയണം കേരളത്തിന്റെ സാഹചര്യം. അത്തരം സംഘടനകൾ പോലും മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണോ? അല്ലെങ്കിൽ അത്തരം സംഘടനകൾ ഇത്തരത്തിലുള്ള സ്ഥാപിത താല്പര്യക്കാരുടെ വലയിൽ പെട്ടുപോവുകയാണോ? അല്ലെങ്കിൽ ആ വഴിക്ക് പോയാലും അല്ല, അവിടെയാണ് ശ്രീ അനുരാജ്, അവിടെയാണ് ഇപ്പോൾ സമസ്തയടക്കം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്നത്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഒരു സിസ്റ്റർ ഈ ഹിജാബിനെതിരെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വിഭാഗത്തോട് മാത്രമുള്ള അതൃപ്തിയാണോ എന്നാണ് അവർ സംശയിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇവർ പറയുന്നത്, അതായത് പല സ്ഥാപനങ്ങളിലും ഹിജാബ് അനുവദിക്കുന്നുണ്ട്, പക്ഷേ ഹിജാബ് അനുവദിക്കാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയാണ് ഇവർ തയ്യാറാക്കുന്നത്. അല്ല, അത് ആ സംഘടനയുടെ രീതിയോ പ്രവർത്തനം, അതിനെയല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ എടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മളിപ്പം EK സമസ്ത വിഭാഗം എന്ന് പറയുന്ന എന്താ പറയാ, സുന്നി വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തിൽ വളരെയധികം നേരത്തെ ഉള്ള കാലങ്ങളിലെ തൊട്ട് തന്നെ ഈ പറയുന്ന കേരളത്തിന്റെ മതപരമായ സമരസതയുടെ ഭാഗമായിട്ടൊക്കെ നിന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇപ്പൊ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അത് വെറുതെ സംഭവിക്കുന്നതല്ല. നേരത്തെ കേരളത്തിൽ ഉണ്ടായ സാഹചര്യം അല്ല ഇപ്പൊ കേരളത്തിലുള്ളത്. അതിനെ സ്വാധീനം ചെലുത്തുന്ന, ദുസ്വാധീനം ചെലുത്തുന്ന ചില വളരെ ചുരുങ്ങിയ ചില ഗ്രൂപ്പുകൾ, അവ വലിയ രീതിയിൽ ക്യാപിറ്റൽ പുറത്തുനിന്ന്, അതായത് രാജ്യത്തിന്റെ പുറത്തു നിന്ന് കൊണ്ടുവന്ന് അതിനെ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ തെറ്റായ വഴിയിലേക്ക് കാര്യങ്ങൾ നയിക്കാൻ പല സമൂഹത്തിലുള്ള പല തെറ്റായ പ്രവണതകളുടെയും കേന്ദ്രമാണ് ഇവ എന്ന് നമുക്ക് ചിലപ്പോ അത് നിയമത്തിന്റെ കണ്ണിൽ അങ്ങനെ അല്ലാതെ രക്ഷപ്പെടാനുള്ള പഴുതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് ഈ കാര്യം, വലിയ രീതിയിൽ സമൂഹം തിരിച്ചറിയുന്നത്. നമ്മൾ ഈ സമയത്ത് തന്നെ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞല്ലോ. സോഷ്യൽ മീഡിയയിൽ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത് ഈ ഹിജാബ് വിവാദം പൊങ്ങി വന്നപ്പോൾ ചിലരിട്ടിരിക്കുകയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഫോട്ടോ. തലയിൽ ഒട്ടും തട്ടം പോലും ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ഒരു കാലത്ത് തട്ടമിട്ട് വരുമായിരുന്നു. അതായിരുന്നു അവർ ഐഡന്റിറ്റി. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പൊ ഹിന്ദുക്കൾക്ക് ഐഡന്റിറ്റി പൊട്ടുകൊടുക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് കുരിശ് ഉണ്ട്, അതുപോലെ മുസ്ലിം സ്ത്രീകളാണ് തട്ടമിടും. അങ്ങനെയായിരുന്നു രീതി. അത് മാറിയിട്ട് പുതിയ രീതിയിലേക്ക് മാറി.
അത് അവർക്ക് മാറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. കാരണം ഒരു ഇൻഡിവിജ്വലിന് അവരുടെ വസ്ത്രധാരണത്തെ തീരുമാനിക്കാം. പക്ഷേ അത് ചില സീമകളെ ലംഘിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ എത്തിച്ചേരുകയാണ്. ആ സാഹചര്യത്തിലാണ് അതിനെ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം. ഇത് പൊതുസമൂഹമാണ് ഈ സാധനം ചർച്ച ചെയ്യുന്നത്. നമ്മൾ അക്കാദമിക വിഷയത്തെ കുറിച്ചാണ് സ്കൂളിൽ നമ്മൾ സംസാരിക്കുന്നത്, ഒരു കോളേജിൽ സംസാരിക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളിൽ, കോളേജുകളിൽ അതുമായി ബന്ധപ്പെട്ടവർ എത്രത്തോളം അക്കാദമിക വിഷയം സംസാരിക്കും. ഈ വിഷയം തന്നെ എത്ര ലാഘവത്തോടെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പോലും കണ്ടത്. ആ വിഷയത്തിൽ ലാഘവത്തോടെയാണോ കണ്ടത്? വിദ്യാഭ്യാസ മന്ത്രി അതിനകത്ത് ലാഘവത്തോടെയാണോ കണ്ടത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. അതിനപ്പുറത്ത് ചില ലക്ഷ്യങ്ങളോടെയാണോ കണ്ടത് എന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. അത് തീർച്ചയായും അതെ, അത് തിരിച്ചറിയാണ്ട് ഇത്തരം വാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പറഞ്ഞ ചെറിയ സംഘടനകൾ തിരിച്ചറിയണം. അത്തരം രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഇരകളായിട്ട് തങ്ങൾ മാറുകയാണ്. അതുവഴി തങ്ങളുടെ തന്നെ എന്താ പറയാ, ഏത് രീതിയിൽ തങ്ങളുടെ സമുദായത്തെ അവർ രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർ ഇവരുടെ ഇരകളായി, കേവലം കരുക്കളായി മാറുകയാണ്. അവര് നാളെ നിലപാട് മാറ്റും. അവര് ഒരു കാലത്ത് ശബരിമലയിൽ പോകാൻ അവിടുത്തെ രീതി അനുസരിച്ച് പോകാൻ പാടില്ലാത്തവരെ എത്തിച്ചവര്, അത് കഴിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചവരാണ് അവർ. അപ്പൊ അവരുടെയൊക്കെ ഇത്തരം നിലപാടുകൾക്ക് തൽക്കാലത്തെ 4 വോട്ടുകൾ. അതെ, എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അത് ഇത്തരം സംഘടനകൾ വലിയ ബുദ്ധിയുണ്ടെന്നും അതിനപ്പുറത്തേക്ക് കുബുദ്ധി ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ആൾക്കൂട്ടങ്ങളും ഒക്കെ അതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് വലിയ രീതിയിൽ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം. ചെറിയ അതാണ് സ്വാഭാവികമായി. ഇപ്പോൾ രാഷ്ട്രീയമായ കേന്ദ്രങ്ങൾക്ക് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അവിടെ അനുരാജ് സൂചിപ്പിക്കുന്ന പോലെ അവർ നിലപാടുകൾക്കനുസരിച്ച് മാറി മറിഞ്ഞു എന്നിരിക്കും. ഇപ്പോഴും മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എന്നത് ഹിജാബ് ധരിക്കണം എന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2018 കൃത്യമായ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്ഥാപനങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ്. അതായത് മൗലിക അവകാശങ്ങൾ എന്നത് അല്പസമയം മുമ്പ് ശ്രീ അമീറിനെ പോലെയുള്ളവർ ഇവിടെ സൂചിപ്പിച്ചു. അതായത് ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാനാവാത്ത അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒക്കെയുണ്ട്. അതിനെയൊന്നും കോടതി ഖണ്ഡിച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ എല്ലാ ഇടങ്ങളിലും അനുവദിക്കപ്പെടേണ്ട ഒന്നല്ല അത് എന്ന് കോടതി നിരീക്ഷിക്കുകയും സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എന്നും അതും മൗലികാവകാശങ്ങൾക്ക് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അത് സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ആ സ്ഥാപനത്തിൽ എന്ത് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ സമസ്തയുടെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടന ഒരു ലിസ്റ്റ് എടുത്തു, ഇത് പബ്ലിഷ് ചെയ്തു എന്നതിലൂടെയൊന്നും ഇവിടുത്തെ നിയമങ്ങൾ മാറ്റിമറിക്കപ്പെടുന്നില്ല. അവിടെയാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ലിസ്റ്റ് എടുത്തത് കൊണ്ട് എന്തു പ്രയോജനം? അല്ലെങ്കിൽ ഇതൊക്കെ അവർക്കാണോ തീരുമാനിക്കാൻ പറ്റുക? നമ്മുടെ ഒരു നിയമ സംവിധാനമുണ്ട്, നമുക്ക് കോടതികളുണ്ട്. ആ കോടതികൾ വഴി നേടേണ്ട വിഷയങ്ങളെ അടക്കം ഇങ്ങനെ ചർച്ചയാക്കുമ്പോൾ അതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ടോ എന്ന് സംശയിക്കപ്പെടില്ലേ? നേരത്തെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം അദ്ദേഹം പറയുകയുണ്ടായി നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട സാഹചര്യത്തെക്കുറിച്ച്. ഒരു സ്കൂളിൽ ഒരു മുസ്ലിം കുട്ടി തലയിൽ തട്ടനിട്ട് പോയി, മറ്റൊരു കുട്ടി അവളുടെ മതവിശ്വാസം അനുസരിച്ച് കൊന്തയിട്ട് പോയി, മറ്റൊരു ഹിന്ദു കുട്ടി ഒരു കുറി തൊട്ട് പോയാൽ അവിടുത്തെ ആ ഏകീകൃത സ്വഭാവം നഷ്ടപ്പെടുമെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഹാജർ വിളിക്കുമല്ലോ രാവിലെ കുട്ടികളുടെ. ഓരോ കുട്ടികളെയും അവരുടെ മതത്തിൻ്റെ പേരിലാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കുട്ടികളിൽ പേരിൽ തന്നെ വ്യത്യാസം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്, ഇത് ഈ നമ്മുടെ ഈ സിൻഡിക്കേറ്റ് അംഗം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ടൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിരുത്തുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെക്കുറിച്ചും അതിൻ്റെ ഒരു നിർവചനത്തെക്കുറിച്ചും അതിൻ്റെ ABCD പോലും അറിയാത്ത ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ താങ്കൾ ഒരു സംഘടനയുടെ പ്രതിനിധി ആണല്ലോ. ഞാൻ ഇതാ ഈ ചാനൽ ചർച്ച കാണുന്ന ഏതൊരാൾക്കും താങ്കളുടെ പേരിന് താഴെ താങ്കളുടെ സംഘടനയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദയവായി അങ്ങനെ ഒരു പരാമർശം ശരിയല്ല. സിൻഡിക്കേറ്റ് അംഗം എന്ന പേര് ഞാൻ കൊണ്ടുവന്നിരുത്തുമല്ല, അദ്ദേഹം സിൻഡിക്കേറ്റ് അംഗമാണ്. അദ്ദേഹവും ആങ്കറും ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നോ കേരളത്തിൽ? താങ്കളോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. നമ്മുടെയൊക്കെ പൂർവികരിലേക്ക് പോയ താങ്കൾ ഈ പറയുന്ന നിർബന്ധിതമായ വസ്ത്രധാരണമൊക്കെ അങ്ങനെയല്ല അഭിലാഷ്, പറയരുത്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്റെ പൂർവികരൊക്കെ എന്ത് വസ്ത്രമാണ് ധരിച്ചത് എന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. എന്തിനധികം പിന്നോട്ട് പോകുന്നു? ഒരു 10, 25, 30 വർഷം മുമ്പ്
കേരളത്തിലെ കേൾക്കട്ടെ. എല്ലാ മത സാമുദായിക വിഭാഗത്തിലുംപ്പെട്ടവർ ധരിച്ച വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ ഞാനും കഴിയുന്ന പോലെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അഭിലാഷ് പഠിച്ച കാലത്ത് അഭിലാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികൾ അവരെങ്ങനെയായിരുന്നു പറഞ്ഞു കേൾക്കട്ടെ. അവർ എന്റെ സ്കൂളിലെ യൂണിഫോം മാത്രം ധരിച്ചാണ് വന്നിട്ടുള്ളത്. എല്ലാ കുട്ടികളും ഞാനൊരു സർക്കാർ വിദ്യാലയത്തിലാണ് പഠിച്ചത്. എന്റെ കോളേജിലടക്കം യൂണിഫോം ഉണ്ടായിരുന്നു. ആ യൂണിഫോം മാത്രമേ ധരിക്കാൻ പറ്റുക ഉണ്ടായിരുന്നുള്ളൂ. അവിടെ തലമറച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. അഭിലാഷ് ഏത് ജില്ലയിലാണ് പഠിച്ചത്? ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് രാമമംഗലം ഗ്രാമപഞ്ചായത്തിലെ മാമലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. എന്റെ നാട്ടില് വസ്ത്രം ധരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന കുട്ടികളാണെന്നേ. ഞാൻ അടക്കമുള്ളവർക്ക് ആ ഗണത്തിൽപ്പെട്ടതാണ് സാർ. അല്ല മുസ്ലിം അങ്ങനെ സംസാരിക്കല്ലേ. താങ്കൾ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? താങ്കൾ പഠിച്ചതൊന്ന് പറയാമോ? താങ്കൾ പഠിച്ച സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് കൂടി ഒന്ന് പറയാമോ? ഞാൻ പഠിച്ച ക്ലാസ്സിൽ ഞാൻ പഠിച്ച സ്കൂളിൽ മുസ്ലിം കുട്ടികൾക്ക് തലയിൽ തട്ടനിട്ടുകൊണ്ട് വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ആ കാലത്ത് മാത്രമല്ല, ഇന്നും. ഞാൻ സംസാരിക്കട്ടെ, എന്നല്ലെങ്കിൽ അഭിലാഷ് സംസാരിക്കും. അല്ല, ഞാൻ ശരിയെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടക്കേറി സംസാരിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? അഭിലാഷ് പഠിച്ച കാലത്തെക്കുറിച്ചും കഴിഞ്ഞ 2020 നൂറ്റാണ്ടിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഇപ്പോ നിലവിൽ അവിടെ 2 കുട്ടികളുടെ രക്ഷകർത്താവ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അവിടെ സംസാരിച്ചു. ആ സംസാരിച്ച രക്ഷകർത്താവ് പറഞ്ഞു, എന്റെ കുട്ടിയെ പള്ളുരുത്തിയിലെ സെന്റ് റിക്താസ് സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ചുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണ്. കേരളത്തിലാണ്, എറണാകുളം ജില്ലയിലാണ്, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്, പള്ളുരുത്തിയിലാണ്, ക്രൈസ്തവ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള കലാലയത്തിലാണ്. അഭിലാഷ് പഠിച്ച കാലത്തേക്കല്ല പോകുന്നത്. ഇപ്പോ ആ സ്കൂളിലെ എനിക്കൊരു തർക്കവുമില്ല. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ സെന്റ് റീത്താസ് സ്കൂളിന്റെ മാനേജ്മെന്റിന്റെയും അവിടുത്തെ യൂണിഫോമും എന്താണ് എന്ന് അവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമാണ്. ഒന്ന് പറഞ്ഞു നിർത്തിയേക്കട്ടെ. ഇവിടെ സാധാരണ രീതിയിൽ ഒരു വിഷയത്തിൽ 2 കക്ഷികൾ, നമ്മൾ മധ്യസ്ഥം നിൽക്കുകയാണെങ്കിൽ 2 കക്ഷികൾ വന്നുകൊണ്ട് അവർ ഒരേ വാദം ഉന്നയിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് കസേരയിൽ ഇരിക്കണം, മറ്റൊരാൾ വന്നിട്ട് പറയാണ് എനിക്ക് ഇരിക്കണം. അവിടെ തർക്കം, കാരണം ഒരു കസേര ഉള്ളൂ. അപ്പോൾ തർക്കം എന്ന് പറയാം. അവിടെ നമുക്ക് മധ്യസ്ഥം നിൽക്കുന്ന രീതിയിലേക്ക് ഇവിടത്തെ വിഷയത്തില് ആ രക്ഷകർത്താവ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്നലെ പോയിട്ട് ഞാൻ തുടക്കത്തിൽ സംസാരിച്ചു, ആ രക്ഷകർത്താവിന് അനസുമായി ഞാൻ സംസാരിച്ചു, 1 മണിക്കൂറോളം സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് അനസ് പറയുന്നത്, എന്റെ കുട്ടിയെ അതേ കലാലയത്തില് തട്ടനിട്ടേ ഞാൻ പഠിപ്പിക്കുള്ളൂ എന്നല്ലല്ലോ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്? ആ സ്കൂളിലെ നിയമം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അവിടെ ഞാൻ താങ്കളെ ശല്യപ്പെടുത്താനല്ല ശ്രീ മുജീബ് റഹ്മാൻ ഞാൻ ഇടപെടുന്നത്. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ഇന്നത്തെ പ്രതികരണത്തിലേക്കാണ് വന്നത്. അതായത് ഇതൊരു ഭീകരത സൃഷ്ടിക്കുന്നു, ഭയപ്പാട് സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ തട്ടമിട്ട് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിരവധി സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകാം. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ഭീതി പരത്തുന്ന ഒന്നാണ് എന്ന മട്ടിലേക്ക് ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആരാണ് ഭീതി പരത്തുന്നു എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ആരാ പറഞ്ഞ? ഞാൻ പറഞ്ഞോ? ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ വേണമെങ്കിൽ ആ പ്രതികരണം കേൾപ്പിക്കാം. അത് പറഞ്ഞിട്ടുള്ളത് ആ കേൾക്കട്ടെ. യെസ്, എന്തായാലും ഇന്ന് ആ കുട്ടിയുടെ അമ്മ നടത്തിയ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. അല്ല, ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്നുള്ള രീതിയിലത്തെ പരാമർശങ്ങളാണ് അവർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമുദായികപരമായിട്ടാണെങ്കിലും അതുപോലെ മറ്റുള്ള മതക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അതായത് എൻ്റെ കുട്ടികളെ ഇപ്പം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിജാബ് അല്ല എൻ്റെ പ്രശ്നം. അതായത് അവിടെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അവർ പരാമർശം നടത്തിയത് തട്ടത്തിൻ്റെ പേരിലാണെന്നുള്ളതാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിച്ച ആളുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ആ ഉന്നയിച്ച ആളിനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഇവിടെ അത് ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളും PTA ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള താങ്കൾ ഈ പ്രതികരണത്തിന്റെ തുടക്കം മുതൽ കേട്ട് കാണുമെന്നാണ് ഞാൻ കരുതുന്നത്.
അത് തന്നെയാണല്ലോ ഞാൻ പറയുന്നത്. ആ കുട്ടിയോട് ആ കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് ക്ലാസ്സിൽ വന്നാൽ ഭീതി പരത്തുന്നു പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയുടെ ടീച്ചറാണ്. ആ ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ആ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മറ്റു കുട്ടികൾക്ക് ഭീതി ഉണ്ടാകുമെങ്കിൽ എന്റെ കുട്ടിയെ ഞാൻ അവർ പറഞ്ഞ കാര്യമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെയാണ് സാർ ഇത് മറ്റേതെങ്കിലും ഇപ്പോൾ നേരത്തെ പി ജോസഫ് പറഞ്ഞല്ലോ, ഇതിന് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എന്താ ഞാൻ സംസാരിക്കുന്നത് അനസ് എന്ന് പറയുന്ന രക്ഷകർത്താവ്, ആ രക്ഷകർത്താവിനോട് കുട്ടി വന്നിട്ട് നിലവിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കും. എങ്ങനെയായാലും PTA പ്രസിഡന്റ് ആയാലും മാനേജ്മെന്റ് ആയാലും പ്രിൻസിപ്പൽ ആയാലും ക്ലാസ് ടീച്ചർ ആയാലും ആ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ കുട്ടി ഇവിടെ തട്ടനിട്ട് വരുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഭീതി ഉണ്ടാക്കുന്നു. അത് ഭീതിയെന്നോ പേടിയെന്നൊക്കെ മാറ്റിവെക്കാം. ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ച കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളുടെയും അതേപോലെ തന്നെ ബാക്കി സംഘടനകൾ എടുക്കുന്ന നിലപാടൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. അവിടെ ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ആ രക്ഷകർത്താവ് വിട്ടുവീഴ്ചയുടെ ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ സ്കൂളിനൊരു പ്രശ്നം ഉണ്ടാകണ്ട, അവിടെ ഭീതി ഉണ്ടാകണ്ട, അവിടുത്തെ ഡിസിപ്ലിൻ പൊളിയണ്ട. എൻ്റെ മകളെ ഞാൻ എൻ്റെ മറ്റൊരു കലാലയത്തിലേക്ക് മാറ്റാൻ സന്നദ്ധമാണ്. ആ മാറ്റപ്പെടുന്നത് മറ്റു രണ്ടുപേര് സൂചിപ്പിക്കുന്നു. അതൊരു ക്രൈസ്തവ കലാലയത്തിലേക്ക് മാറ്റിക്കൊണ്ട് ആ ക്രൈസ്തവ കലാലയത്തിൽ തട്ടമിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ പള്ളുരുത്തിയിലെ തന്നെ മറ്റൊരു കലാലയത്തിൽ തട്ടമിട്ട് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഈ സ്കൂളിന്റെ പിടിവാശിയാണല്ലോ. ഞാൻ ഇന്നലെ അഡ്മിനിസ്ട്രേഷനോട് പ്രിൻസിപ്പലിനോട് ചോദിച്ചു, ഈ തീരുമാനമെടുത്തിട്ടുള്ളത് രാജ്യസഭയോ ലോക്സഭയോ നിയമസഭയോ ഒന്നുമല്ലല്ലോ, നിങ്ങളുടെ ഈ പറയപ്പെടുന്ന സ്കൂൾ മാനേജ്മെന്റ് ആണല്ലോ. ആ സ്കൂൾ മാനേജ്മെന്റ് ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ, കാരണം നിങ്ങളുടെ കലാലയത്തിൽ പഠിക്കുന്ന 300 കുട്ടികളിൽ 120ഓളം വരുന്ന പെൺകുട്ടികളിലെ ആ ഒരു കുട്ടിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ആ ഒരു കുട്ടി നിലവിലൊരു അവസ്ഥയിൽ അവിടെ തട്ടനിട്ട് പഠിക്കാത്തതിൻ്റെ പേരിൽ അവിടെ നിന്ന് TC വാങ്ങിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ, ഒന്ന് നിങ്ങളുടെ കലാലയത്തിനുണ്ടാകുന്ന ഒരു ചീത്തപ്പേര്, രണ്ട് ഇത് മൂലമുണ്ടാകുന്ന നാട്ടിലുണ്ടാകുന്ന അനാവശ്യ ചർച്ചകൾ. ഇത് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ മാനേജ്മെന്റ് നിങ്ങളൊക്കെ ഈ പരിഹാരത്തിലേക്ക് എത്തിയാലും സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളും ചർച്ചകളും അനാവശ്യ വിവാദങ്ങളൊക്കെ നമ്മുടെ നാടിനെ രണ്ടായി ചിന്തിക്കുന്നു. അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഉണ്ട്, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണമെന്ന് അവരോട് ഞാൻ അഭ്യർത്ഥിച്ച സമയത്ത് അവർ പറഞ്ഞത് വിട്ടുവീഴ്ചക്ക് ചെയ്യാൻ കഴിയില്ല, ഇത് കോടതിയിലാണ് കേസിരിക്കുന്നത്, ഇത് തീരുമാനിക്കുന്നതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ എന്ന് പറയുന്നില്ല. ഞാൻ എന്റെ കുട്ടിയെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായും താങ്കൾ പറയുന്നിടത്ത് ശരിയാണ്. താങ്കൾ പറയുന്നതിന്റെ മറുപുറം മാത്രമാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സോറി ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇല്ല കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. എന്നിട്ടും ആ രക്ഷകർത്താവിനെയും ആ രക്ഷകർത്താവ് പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെയും അവരുടെ മതനിയമങ്ങളെയും ഒക്കെ ഇങ്ങനെ ചാനൽ ചർച്ചകളിലൂടെ ആ പെൺകുട്ടി, താങ്കൾ പറഞ്ഞു താങ്കൾ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ ആ മതാചാരത്തെക്കുറിച്ചൊക്കെ കുറെ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. താങ്കൾ ഒന്നും പഠിച്ചിട്ടില്ല. ലോകം മുഴുവൻ യാത്ര ചെയ്യേണ്ട താങ്കൾ കേരളത്തിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ഞാൻ ആ സ്കൂളിൽ നിന്ന് കുട്ടിയെ മാറ്റാൻ തീരുമാനിക്കുന്നു, ഇതിലൊരു തർക്കത്തിനുമില്ല എന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ശ്രീ മുജീബ് റഹ്മാൻ അതിൽ നിന്ന് നിലപാട് മാറ്റിയത്? അതുകൂടി ഒന്ന് താങ്കൾ പറയൂ. എന്തുകൊണ്ടാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ പെൺകുട്ടിയുടെ രക്ഷിതാവ് ന്യൂസ് 18 അടക്കം ഉള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടിയെ മാറ്റുന്നുവെന്ന്. പിന്നീട് അതേ രക്ഷിതാവ് തന്നെ മാറ്റുന്നില്ല എന്ന് നിലപാട് സ്വീകരിക്കും. താങ്കൾ ഈ പറയുന്നത് പോലെ രമ്യമായി പരിഹരിക്കപ്പെടുന്നു ആ സ്കൂൾ മാനേജ്മെന്റിന്റെ വാശി അല്ലെങ്കിൽ അവിടുത്തെ മാത്രം പ്രശ്നമെന്ന് പറഞ്ഞാൽ, പിന്നെ ഇതിന്റെ കണക്കെടുപ്പുമായി വീണ്ടും ഈ സംഘടനകൾ രംഗത്ത് വരരുത്. ആ സംഘടനകൾ കണക്കെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ മുജീബ് റഹ്മാൻ? ന്യൂസ് 18 ചാനല് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം മഞ്ജുഷുമായിട്ട് ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ന്യൂസ് 18 ചാനലിന് സമൂഹത്തിൻ്റെ ഒരു വിശ്വാസ്യതയാണ്, ജനം ചാനൽ പോലെയല്ല. പക്ഷേ ആങ്കർ സംസാരിക്കുമ്പോൾ നിലവിലുള്ള അവസരം ആ കുട്ടിക്കും ആ കുട്ടിയുടെ പിതാവിനും ആ വേഷത്തെക്കുറിച്ച് ആ സ്കൂൾ മാനേജ്മെന്റിനെ ന്യായീകരിക്കുകയും അവിടുത്തെ പ്രിൻസിപ്പളിനെ ന്യായീകരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പെൺകുട്ടി 13 വയസ്സുള്ള 8ാം ക്ലാസ് ആയിട്ടുള്ള പഠിക്കുന്ന ഒരു പെൺകുട്ടി, നിങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആ പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ അല്ല ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഹിജാബ് ധരിക്കാനുള്ള ഒരാളുടെയും സ്വാതന്ത്ര്യത്തെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ തെറ്റായി വ്യാഖ്യാനിച്ച് താങ്കൾ പോകരുത്. ഹിജാബ് ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ളവർക്ക് അത് ധരിക്കാം. പക്ഷേ ഒരു മതപരമായ ആചാരം അത് ഒരു മാനേജ്മെന്റ് അവരുടെ നിയമങ്ങളുമായി പോകുമ്പോൾ
അതിനെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഏതൊരു മതവും, അതിപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള ചർച്ചകളിലും സൂചിപ്പിച്ചതാണ്, അവിടെ ശബരിമല സീസൺ കാലത്ത് തീവ്ര ഹിന്ദു നിലപാടുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവ് എൻ്റെ മകനെ ഞാൻ കറുപ്പുടിപ്പിച്ച് മാത്രമേ സ്കൂളിൽ വിടൂ എന്ന് പറഞ്ഞാൽ അതെൻ്റെ തീവ്രതയാണ്, മതത്തിൻ്റെ തീവ്രതയാണ്, അതുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളതൊക്കെ ഇതിനു മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഒരു സ്ഥാപനം നടത്തുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ശ്രീ മുജീബ് റഹ്മാൻ ഈ ചോദ്യം ആവർത്തിക്കേണ്ടി വരുന്നത്. അതിനപ്പുറത്ത് ഹിജാബ് എന്ന വസ്ത്രധാരണത്തെയോ അത് ധരിച്ചുകൊണ്ട് പോകുന്ന ഇടത്തെയോ ഒന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹലോ ചെക്ക് 1 2 3 ഹലോ ചെക്ക് മൈക്ക് ചെക്ക് ഹലോ ചെക്ക് 1 2 3 5 4 ചെക്ക്. റൈറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി റൈറ്റ്, ചില ഓഡിയോ പ്രശ്നം കാരണമാണ് താങ്കളെ കേൾപ്പിക്കാതിരിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ശ്രീ മുഹമ്മദ് അമീർ, ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരേ സ്വഭാവത്തിൽ ചർച്ച പോകുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് കരുതിയിട്ടാണ്. എല്ലാ മാനേജ്മെൻറ്റുകൾക്കും അവരുടേതായ ചില പോളിസികളൊക്കെ ഉണ്ട്. ഇപ്പോൾ മുസ്ലിം മതസ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ ചിട്ടാവട്ടങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മതത്തിൽപ്പെട്ട ആൾ പറയുന്നു, എൻ്റെ മക്കൾക്ക് ചില സമയങ്ങളിൽ എനിക്ക് ഈ സീസണിൽ ഈ വസ്ത്രധാരണം വേണം. ക്രിസ്ത്യൻ സഭയിൽപ്പെട്ടവർ പറയുന്നു, ഞങ്ങൾ അമ്പുനോമ്പ് നോക്കുന്ന സമയമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചില ചിട്ടാവട്ടങ്ങളുണ്ട്, അതനുസരിച്ച് പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്, അതനുസരിച്ച് പള്ളിയിൽ പോകേണ്ടതുണ്ട്, മറ്റു ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവർ പറയുന്നു, ശബരിമല സീസണിൽ ഞങ്ങൾ കറുപ്പെടുത്തേ നടക്കൂ. ഇതൊക്കെ ഒരു മുസ്ലിം മാനേജ്മെൻറ്റിന് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അപ്പോൾ മാനേജ്മെൻറ്റുകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ നടത്തുന്നവർക്കും അവകാശങ്ങളില്ലേ എന്നത് മാത്രമാണ് ചോദ്യം. മുസ്ലിം ഇപ്പൊ ഈ പറഞ്ഞ അഭിലാഷ് പറഞ്ഞ സംഗതികളെല്ലാം മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അവിടെ ശബരിമല സീസൺ ആയാലും വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികൾ എത്രയുണ്ട്, അവരൊക്കെ എത്ര സത്യത്തോടെയാണ് കഴിയണത്. മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ ഈ വസ്ത്രധാരണ അനുവദിക്കുന്നുണ്ട്. അതിൽ മറ്റ് മതസ്ഥരുടെ റിലീജിയസ് പ്രാക്ടീസ് കൊണ്ടുവരുന്ന എത്ര കുട്ടികളുണ്ട്, അതിനൊന്നും ഒരു പ്രശ്നം ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ. അഭിലാഷ് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലൊന്ന് വന്ന് നോക്ക്, അവിടെ ശബരിമല സീസണിലൊന്ന് വന്ന് നോക്ക്, മലപ്പുറത്ത് എത്ര സ്കൂളുകളിലൊന്ന് വന്ന് നോക്ക്, അവിടെ എത്ര കുട്ടികൾ കറുത്ത വസ്ത്രം ധരിച്ചു വരും. അവിടെ ആരും ഇതേവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊരു ഈ മുജീബ് റഹ്മാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരു മതേതര ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു മാനേജ്മെന്റ് സ്കൂള് ഇത്തരത്തിൽ കാർക്കശ്യം പഠിക്കുമ്പോ, ഒരു മതചിഹ്നത്തോട് ഇത്ര അസഹിഷ്ണുത പുലർത്തുമ്പോ, നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് പറയുമ്പോൾ, ഇവിടെ ഒരുപാട് മതസാമുദായിക സ്കൂളുകളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്. അവരൊക്കെ ഈ രൂപത്തിൽ പ്രതികരിച്ചാൽ നമ്മളുടെ ഒരു മതേതര ഫാബ്രിക്കിന്റെ, ഒരു സെക്യുലർ ഫാബ്രിക്കിന്റെ അവസ്ഥ എന്താകുമെന്ന് അഭിലാഷം ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അവിടെ നിന്നുകാണ്ട് ഈ ഒരു കാർക്കശ്യത്തോടു കൂടി ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ ആ സ്കൂളിൽ നിന്ന് TC പോകുന്ന തരത്തിലേക്ക് നമ്മൾ പ്രതികരിക്കുമ്പോൾ ആരാണ് അതിന് മറുപടി പറയുക? ഈ 2 പേര്, അവിടുത്തെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റും ഉണ്ടാക്കിയ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ ഈ പോളറൈസേഷൻ, അതിന്റെ ഒരു വിടവ് എത്രത്തോളാണെന്ന് അഭിലാഷന് മനസ്സിലാവുക. അത് തീർക്കാൻ ഇവരെ 2 പേരെ കൊണ്ട് സാധിക്കുമോ? അവിടെ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിൽ ഹിജാബ് എന്നുള്ള ഒരു റിലീജിയസ് പ്രാക്ടീസിനോട്, ഒരു ഐഡന്റിറ്റിയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തായി മാറും? അതൊരു പ്രശ്നമുള്ള താങ്കൾ പറഞ്ഞ വിഷയം പ്രസക്തമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എനിക്കുണ്ടാകുന്ന സംശയം എന്നത്, അവിടെ സ്വാഭാവികമായും ഇത് നേരത്തെ മുതൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ട ഒന്ന് വിലക്കിയാൽ സ്വാഭാവികമാണ്, അതിലൊരു അസ്വാഭാവികതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുവരെ അവിടെ നിന്ന് ലഭിച്ച ഇൻപുട്ടുകൾ അനുസരിച്ച് ഈ സ്കൂളിൽ ഒരിക്കലും ഇത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ പുതുതായി നടപ്പിലാക്കിയ ഒന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ, നിങ്ങൾ ആ ഉപ്പാന്റെ പ്രതികരണം ശരിക്കും നോക്കിയാലും മനസ്സിലാവും. 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ വിഷയം സംസാരിക്കാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഈ ആർട്സ് ഫെസ്റ്റിവലിന്റെ അന്ന് അവര് ഈ ഹിജാബ് ധരിച്ചിരുന്ന സമയത്ത് ഒരു അധ്യാപിക വന്നിട്ട് കുറച്ച് മോശമായി പെരുമാറിയപ്പോൾ അത് വലിയ മാനസികമായി പ്രയാസം ഉണ്ടാക്കിയപ്പോഴാണ് ഈ പിതാവ് സ്കൂളിൽ പോയി സംസാരിക്കുന്നത്. ആ സമയത്താണ് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. ശരി, പറയൂ. ആ സമയത്ത് തന്നെ ഈ അധ്യാപികക്ക്, ഈ പ്രിൻസിപ്പളിനും അതൊരു രമ്യമായി പരിഹരിക്കാവുന്ന ഒരു കേസായി. ഒരു കുട്ടിയുടെ ഒരു റിലീസ് ഐഡന്റിറ്റിയെ അതൊന്നും ഇവക്കുള്ള ഒരു ഇൻക്ലൂസിവിറ്റി നിങ്ങൾ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ വെബ്സൈറ്റിൽ എഴുതി വെച്ചൊരു സാധനം ഉണ്ട്,
ലീവ് ഇൻ ഹാർമണി വിത്ത് അതർ ഇൻഡിവിജ്വൽസ്, മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു സഹവർത്തിത്വം, ഒരു ഹാർമണിയോട് ജീവിക്കുന്ന, അതേപോലെ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി, ഇതിൽ ഈ എഴുതി വെച്ചതിൽ ഏതെങ്കിലും ഒരു ഫീലിംഗ് ആ പ്രിൻസിപ്പളിന് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരേ ഒരു കുട്ടി തട്ടമിട്ട് വന്നതിന്റെ പേരിൽ ആ കുട്ടിയോട് പുലർത്തുന്ന ഒരു അസഹിഷ്ണുതയാണ് ഇത്രമേൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ ക്രിസ്തുവിന്റെ വാചകമെടുത്ത് കടമെടുത്ത് പറഞ്ഞാൽ പോലും 70 തവണ ക്ഷമിക്കണമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, ആ കുട്ടിക്ക് അത്തരം ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഹിജാബ് ധരിച്ച് വരായിരുന്നെങ്കിൽ അവിടെ യാതൊരു പ്രശ്നം. ഇപ്പോഴും ആ കുട്ടിയുടെ പിതാവ് പറയുന്നത് എന്താണ്, ആ സ്കൂളിന്റെ റൂൾ അനുസരിച്ച് തന്നെ ഞങ്ങൾ നിൽക്കുള്ളൂ, അവിടെ ഹിജാബ് ധരിച്ച് പോകാൻ കഴിയൂല എന്ന് തന്നെയാണ് അവർ ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ പോകും. പിതാവിന്റെ ലൈന് വളരെ കറക്റ്റ്. ശരി, ശ്രീ പി ജോസഫ്, ഞാൻ താങ്കളോടാണ് ചോദിച്ചത്, സമയപരിമിതി ഉണ്ട് അതുകൊണ്ടാണ്. അതായത് ആ കുട്ടിയോട് ഈ പറയുന്നത് പോലെ, അതായത് ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാമല്ലോ, അവർ സമൂഹത്തിന് മാതൃകയാകേണ്ടതാണ്, മറ്റുള്ള മതങ്ങളോടടക്കം അവരെ ചേർത്ത് നിർത്തുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ആ മതത്തോട് ഒരല്പം സഹിഷ്ണുത പുലർത്തിയിരുന്നുവെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. അവിടെ 2-3 കാര്യങ്ങളാണ് ഇവിടെ ഉത്തരവുള്ളത്. ഒന്ന്, ഈ കുട്ടി ഈ വർഷം ആദ്യം മാത്രമാണ് അവിടെ വന്ന് ചേർന്നത്, അത് മനസ്സിലാക്കണം. ഈ കുട്ടി 8ാം ക്ലാസ്സിൽ വന്ന് ചേരുന്ന സമയത്ത് തന്നെ, ഇതിന് മുമ്പോടെ പഠിച്ച കുട്ടിയല്ല, പഠിച്ച് വന്ന് ചേരുമ്പം തന്നെ ഇതാണ് ഇവിടുത്തെ യൂണിഫോം എന്നും എല്ലാം പറഞ്ഞ് ഈ ഒരു ഒക്ടോബർ മാസം വരെ അത് അതിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് വരുന്നു. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം അടുത്ത ഒരു വേറെ ഡിമാൻഡാണ് അടുത്ത പ്രാവശ്യം അത് പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ ആ മാനേജ്മെന്റ് സാധിക്കുമോ? അവിടെ പഠിക്കുന്ന ബാക്കി 50ഓളം ഇതേ സെയിം സമുദായത്തിൽപ്പെട്ട കുട്ടികളുണ്ട്. അവർക്ക് അവര് അതിനോട് യോജിക്കുകയും അതിലൊരു കുട്ടി മാത്രം അതിനോട് വിയോജിക്കുകയും ചെയ്യുമ്പോൾ 50 കുട്ടികളും സ്വാഭാവികമായും ഞങ്ങൾക്കും അത് വേണമെന്ന് ആവശ്യപ്പെടാവുന്നതല്ലേ ഉള്ളൂ. രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം, ഈ പറയുന്ന സ്റ്റുഡന്റ് കാഡറ്റ് പോലീസ് കേരള സംസ്ഥാനത്തുണ്ട്, കേരള ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്. അവിടെ മതപരമായ ഒരു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന ഒന്നും തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റുഡന്റ് കാഡറ്റ് പോലീസിൽ പോകാൻ പറ്റിയെന്ന് പറയുന്നു. അവിടെ ആരെങ്കിലും നിർബന്ധം പിടിക്കുന്നുണ്ടോ? പിടിക്കുന്നില്ലല്ലോ. അപ്പൊ എന്ന് പറയുന്നതൊരു രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്ന് പറയുന്നത് സിസ്റ്റേഴ്സിന്റെ ജീവിതകാലം മുഴുവനുള്ള യൂണിഫോമാണ്. അവർ സിസ്റ്റർ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള യൂണിഫോമാണ് അവർ ആ വേഷം ധരിക്കുന്നത്. അവർക്ക് സാരി ഒന്നും കൊടുക്കാൻ സാധിക്കത്തില്ല. അവർക്ക് ആ സിസ്റ്ററാന്ന് കാണിക്കാനുള്ള യൂണിഫോമാണ്. അവർ എന്ന് വ്രതമെടുക്കുന്നു അന്ന് തൊട്ട് അവർ ആ യൂണിഫോമേ അവർക്ക് ധരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മറ്റ് രീതിയിൽ നമ്മുടെ മന്ത്രി അടക്കം വിമർശിക്കേണ്ട കാര്യമില്ല. അല്ലാതെ ഇവിടെ അവർ എന്ത് തെറ്റിയെന്നായി പറയുന്നത്? ഇത് ഇവിടുത്തെ ഈ സ്കൂളിന്റെ ഇതാണ് നിയമാവലിയാണിത്. ആ നിയമാവലി അനുസരിച്ച് മാത്രമേ അവിടെ പഠിക്കാവുള്ളൂ പറയുന്നു. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോ എവിടെയായിട്ട് ലോകത്തിൽ എവിടെയാണെങ്കിലും ഒരു സംവിധാനത്ത് നിൽക്കുമ്പോൾ ആ സംവിധാനത്തിന്റെ യൂണിഫോം എന്താണോ, ആ സംവിധാനത്തിന്റെ നിയമാവലി എന്താണോ, അതനുസരിച്ച് അവിടെ പ്രവർത്തിക്കാനും പഠിക്കാനും സാധിക്കത്തുള്ളൂ. ഒരു പ്രായപൂർത്തിയായ ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവിതകാലം മുഴുവനുള്ള യൂണിഫോമാണ് ഒരു ഹിജാബ് എന്നുള്ളത്. അല്ല, ആയിക്കോട്ടെ, ഈ സ്കൂളിൽ ചേർന്നപ്പോഴേ അവർ പറഞ്ഞല്ലോ ഈ യൂണിഫോം ആണ്, നല്ല പറയാതെ ചേർത്തല്ലോ. അങ്ങനെ പറയാം. ഞാൻ ഇതൊക്കെ ഞാൻ മുമ്പേ നിർമ്മല കോളേജിൽ ചെന്നപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞു ഇവിടെ പൊതുപ്രാർത്ഥനാ സ്ഥലമുണ്ട്, അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മുറി നമസ്കാരം ഇവിടെ തന്നെ വേണം. എന്നിട്ട് അവിടെ അവിടുത്തെ മത നേതൃത്വം ഇടപെട്ടിട്ട് എന്താ പറഞ്ഞത്? നമുക്കിവിടെ പ്രാർത്ഥിക്കാൻ പുറത്ത് മതിയല്ലേ? അങ്ങനെ പക്വമായ മതേതരത്തിന് കോട്ടം സംഭവിക്കാത്ത നിലപാട് മുസ്ലിം നേതൃത്വം എടുക്കുള്ളൂ. അല്ല, ഇവിടെയും പ്രശ്നം തീർന്നതാണല്ലോ. ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങൾ അതിന് മുമ്പേ പറഞ്ഞു പല സ്കൂളിൽ പോയിരുന്നു. ഇത് ഈ വർഷം വരെ ഈ കുട്ടി ഇവിടെ വന്നത് ഞാൻ നിഷേധിച്ച് പറഞ്ഞ കാര്യം. അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യത്തിന് മറുപടി. ഒരു മിനിറ്റ് അഭിലാഷ്, എന്റെ ടേൺ ഇവിടെ സമയം തീരുന്നു. നേരത്തെ അദ്ദേഹം സംസാരിച്ചു നിലവിലുള്ള സ്കൂളിന്റെ ചിട്ടവട്ടങ്ങൾക്ക് സംസാരിച്ചപ്പോൾ എനിക്കെതിരെ വ്യക്തിപരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതിന് മറുപടി പറയേണ്ട തുടർച്ചയായിട്ട് മറ്റൊരാൾ സമയം എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. ശ്രീ അനുരാജ്, ഈ സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിലേക്ക് കൂടി പോയിട്ട് വേണം അവസാനിപ്പിക്കാൻ. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് മുജീബ് റഹ്മാൻ വളരെ പെട്ടെന്ന്
വ്യക്തിപരമായിട്ടുള്ള ഒരു ആരോപണം ഇവിടെ ഉന്നയിച്ചു. അത് സിൻഡിക്കേറ്റ് മെമ്പർ എങ്ങനെയാണോ വേണ്ടതെന്നുള്ളതാണ്. നേരത്തെ സിൻഡിക്കേറ്റ് മെമ്പർ ജോർജ് തീരുമാനിക്കുന്ന ചാനൽ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ല, അതിന് വേറെ രീതിയുണ്ട്. ആ രീതി ചെയ്യുന്നത് സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള ഇതിലെ പ്രവർത്തനവും ആ ബോധമൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ വ്യക്തിപരമായിട്ട് ഈ സഹ പാനലിസ്റ്റുകളെ ആരെയും പരാമർശിച്ചിട്ടില്ല. അത് വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന അവസരത്തിൽ ഞാൻ പറയണം, ഞാൻ അവസരത്തിൽ നിൽക്കായിരുന്നു. അത് ഇവരൊക്കെ ചിലർ ചെയ്തതുപോലെ മറ്റുള്ളവരുടെ ടേണിൽ കയറി പറയുകയോ അല്ലെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകും അപ്പൊ ചാടിക്കയറി പറയുന്നത് ശരിയല്ല. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. നമ്മളൊരു മതനിരപേക്ഷം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ പ്രായം വരുമ്പോൾ അതിന്റെ പക്വതയൊക്കെ നമ്മൾ കാണിക്കണം. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അവസരം വരുമ്പോൾ എനിക്ക് ചില കാര്യം പറയാനുണ്ട്. നേരത്തെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പം ഗുരുപൂജ വിവാദം ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു മൈമിന്റെ ഒരു വിവാദം ഉണ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ എനിക്കറിയുന്ന കാര്യമുണ്ട്. ഞാനിപ്പോ ഇപ്പൊ ഇവിടെ പലരും പറഞ്ഞല്ലോ വളരെ രമ്യമായി പരിഹരിക്കുന്നു പറഞ്ഞില്ലേ. രമ്യമായി പരിഹരിച്ച പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അടുത്ത കാലത്ത് കറുപ്പ് വസ്ത്രം ധരിച്ച് കുട്ടികൾ വന്നപ്പോൾ കോളേജിൽ തടയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ തടഞ്ഞു കഴിഞ്ഞിട്ട് അത് ആരും പുറത്തറിയാത്ത രീതിയിൽ പരിഹരിച്ചു. അങ്ങനെ വേണ്ടിയിരുന്ന് പരിഹരിക്കാൻ ഇപ്പൊ എറണാകുളത്ത് സംഭവിച്ചെന്താ, ഇത് വലിയധികം വിവാദമായി, വലിയ ചർച്ചയായി, സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ അപകടവും സംഭവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഗുണകരമായിട്ടും ദോഷകരമായിട്ടും എത്ര വീഡിയോകളും എത്ര റൈറ്റപ്പുകളും ആണ് സോഷ്യൽ മീഡിയ. താങ്കൾ പറഞ്ഞ സ്കൂളിലായിരുന്നോ? അല്ലല്ല, കോളേജിലാ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അത് അടഞ്ഞ അധ്യായമാണ്. ഇപ്പൊ ഞാൻ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിം മാനേജ്മെന്റുള്ള കോളേജുകൾ തന്നെ ഈ പറയുന്ന മുഖം മറച്ച വസ്ത്രം ധരിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ അത് ഉന്നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ ചെയ്തത് നന്നായി. മതനിരപേക്ഷ സമൂഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറേ നിങ്ങൾ ചെയ്തത് നന്നായി. അപ്പൊ അത്തരത്തിൽ നല്ലൊരു കേരളം ഉണ്ടാകുക എന്നുള്ളത്, നല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം ഉണ്ടാകുക എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ മാത്രമല്ല, ഞാൻ JNUവിന്റെ കോർട്ട് മെമ്പറാണ്. അതുപോലെ തന്നെ മലയാള യൂണിവേഴ്സിറ്റിയുടെ അഡ്വൈസറി ബോർഡിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എടുക്കുന്ന നിലപാട് കേരളത്തിന്റെ പൊതു നന്മയാണ്. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ലിംഗങ്ങൾക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും നന്നാവണം. നമ്മുടെ കേരളം ഈ പറഞ്ഞ രീതിയിൽ ഒരു ഭാർഗവ്യ നിലയം ആകാതെ, ഇപ്പോഴത്തെ സ്ഥിതി എന്താ, ഒരു കാലത്ത് നമ്മൾ മിഡിൽ ഈസ്റ്റിനാണ് നമ്മുടെ ആൾക്കാർ പോയിരുന്നെങ്കിൽ ഇപ്പൊ യൂറോപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. കേരളത്തിൽ എന്ത് സാഹചര്യമാണുള്ളത്? ആ സാഹചര്യം ഉണ്ടാക്കാൻ വിദ്യാഭ്യാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിന്റെ ഏറ്റവും എന്തായാലും സമയം അതിക്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അതിഥികൾക്ക് ഒരു അല്പസമയം കൂടി തുടരാമെങ്കിൽ ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞുപോയി. തുടരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ശ്രീ അനുരാജ്. അല്ല, ഞാൻ പറഞ്ഞ ഈ വിവാദത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ സമയം അനുവദിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് തുടരാം. അതായത് അനുരാജ് പറഞ്ഞതിന് ശേഷം വരാം, ചർച്ച അവസാനിക്കുന്നില്ല. എന്തെങ്കിലും മുറിപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് വിട്ടുവീഴ്ച എന്ന് നമ്മൾ പറയേണ്ടത്. അതിനെ ഇനി അങ്ങോട്ടേക്ക് ഒരു അടുത്തൊരു എപ്പിസോഡ് ഉണ്ടാകാത്ത രീതി, അവസാനം ഉണ്ടായ നിർഭാഗ്യകരമായ എപ്പിസോഡാണ് ഈ കണക്കെടുപ്പ് എന്നൊക്കെ പറയുന്നത്. അതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ വെച്ച് ഇതിനെ അവസാനിപ്പിക്കുക. അതിന് എനിക്കൊന്ന് ഇതിനകത്തുള്ള പല സംഘടനാ നേതാക്കന്മാർക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കൊക്കെ സൃഷ്ടിപരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുക. അതിനെ മാധ്യമങ്ങളിലേക്ക് കൂട്ടുവരാതെ, പൊതു ചർച്ചയിലേക്ക് കൂട്ടുവരാതെ, അതാണ് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും പറയും മാധ്യമങ്ങൾ നെഗറ്റീവ് വാർത്തയുടെ പറയുകയാണ്. അങ്ങനെയല്ല, സമൂഹമാണ് മാധ്യമങ്ങളെ മോശമാക്കുന്നത്, സമൂഹമാണ് വിദ്യാഭ്യാസത്തെ മോശമാക്കുന്നത്. അപ്പൊ നമുക്ക് പല വിമർശനങ്ങൾ ഉന്നയിക്കാനുണ്ടാവും, പല മാറ്റങ്ങൾ വരുത്താനുണ്ടാവും. ഈ പറഞ്ഞ ഈ യൂണിഫോം ആരും നിർബന്ധം പിടിക്കുന്നില്ല, ഇത്തരം വസ്ത്രധാരണം പാടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ വ്യവസ്ഥ നിർഭാഗ്യവശാൽ എന്ന് പറയേണ്ടി വരും, അത് അങ്ങനെയാണ്. അപ്പൊ അതിനെ തിരുത്താൻ വ്യവസ്ഥാപിതമായിട്ടൊരു മാർഗ്ഗം നമ്മൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ അവിടെ വിട്ടുവീഴ്ച ചെയ്യുക, ഇവിടെ വിട്ടുവീഴ്ച ചെയ്യുക, അങ്ങനെയല്ല. അത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഒരു പ്രിൻസിപ്പലോ ഒരു ടീച്ചറോ ഒരു മാനേജ്മെന്റോ ചെയ്യേണ്ടതല്ല. അതെല്ലാവർക്കും ബാധകമായിരിക്കണം. ഞാൻ പറഞ്ഞത് അത് മുസ്ലിം മാനേജ്മെന്റ് ആയാലും ക്രൈസ്തവ മാനേജ്മെന്റ് ആയാലും ഹിന്ദു മാനേജ്മെന്റ് ആയാലും രാഷ്ട്രീയ പഠനം നടത്തുന്ന സ്കൂളുകളിൽ ഇൻഡിവിജ്വൽ മാനേജ്മെന്റുകളില്ലേ, ചിലപ്പോൾ അവർക്ക് മതം ഉണ്ടാവില്ല, അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അതൊന്നും ഇതിലേക്ക് കടന്നു വരാതെ അതത് സമയം അതിനെ മാറ്റണം. അപ്പൊ അതിന് ചെയ്യേണ്ടത് നിയമപരിഷ്കാരം വരിക വേണ്ടത്. ഗവൺമെന്റ് അതാ ചെയ്യേണ്ടത്, അല്ലാതെ ഗവൺമെന്റ് കൂടി ഇതിനകത്ത് ഇടപെടുകയല്ല വേണ്ടത്. നിയമപരമായിട്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, സ്കൂളിൽ ചില കാര്യങ്ങളിൽ മതങ്ങളെ പാടില്ല, മതപരമായ ചിഹ്നങ്ങളെ കൊണ്ടുവരാനേ പാടില്ല എന്നൊരു വ്യവസ്ഥ അവിടെയുണ്ട്. എത്ര നിയമങ്ങൾ ഇങ്ങനെ പരസ്പരം കോൺട്രഡിക്ടറി ആയിട്ട്. അല്ല, സർക്കാർ ഒരു ഘട്ടത്തിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. നടപ്പാക്കാൻ പറ്റിയോ അഭിലാഷേ? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്കൂളിൽ നടപ്പാക്കിയപ്പോൾ അത് വിവാദമായിട്ട് പിൻവലിക്കേണ്ടി വന്നില്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ ഇത് മാത്രമാണ് ഇവിടുത്തെ വിഷയം, മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഉണ്ട്, പലതരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കിടക്കും. നമ്മളത് തിരുത്തണം. ഇനി നമ്മൾ ഈ കോഴ്സുകളുടെ ഉള്ളടക്കത്തിലേക്ക് പോയാൽ വളരെ അപകടകരമാണ്. തെറ്റായ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എത്ര സ്കൂളുകൾ ഉള്ളടക്കം കൊണ്ട് പ്രശ്നത്തിലായിട്ടുണ്ട്. അത് ചിലതിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. പല സ്ഥലത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അധ്യാപകരുടെ നിലവാരം എന്താണ്? യഥാവിധി ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണോ ഉള്ളത്?
അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വിദ്യാഭ്യാസത്തിൽ അടിമുടിയുണ്ട്. അപ്പൊ വിദ്യാഭ്യാസവും നാടിന്റെ നന്മയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ഈ സംഘടനകൾക്ക് എല്ലാം നല്ല മനസ്സുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഒരു ഫോറത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഒരു നല്ല വിദ്യാഭ്യാസ മേഖല സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, അതിനെ പർവ്വതീകരിച്ച് വലിയ പ്രശ്നമാക്കിയിട്ട് അതാണ് കേരളത്തിന്റെ മൊത്തത്തിലുള്ള പ്രശ്നം. കേരളത്തിൽ എന്തെല്ലാം വേറെ ഗൗരവമുള്ള വിഷയങ്ങൾ. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. നേരത്തെ പി ജോസഫ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അനുരാജ് താങ്കൾ ഇടപെട്ടത്. ശ്രീ പി ജോസഫ്, ആ ഘട്ടത്തിൽ ഉന്നയിച്ച ഒരു സംശയം എന്നത് ഈ വിഷയത്തെ നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഇവിടെ ഇപ്പോൾ അനസ് എന്ന് പറയുന്ന രക്ഷിതാവ് ഈ സ്കൂളിലെ കുട്ടിയെ മാറ്റാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മുജീർ റഹ്മാൻ പറയുന്നത്. പക്ഷേ മാധ്യമങ്ങളോടക്കം നേരത്തെ കിട്ടിയ ഇൻപുട്ടുകൾ അനുസരിച്ച് എന്തായാലും ഇതുവരെയും TC വാങ്ങിയതായി എനിക്ക് അറിവില്ല. മാത്രമല്ല, ഈ വിവാദമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാകും, അവിടെ ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊക്കെ ചർച്ച ചെയ്തുവെന്നും അങ്ങനെ ചർച്ച ചെയ്ത് ഈ പരിഹാരം അവസാനിച്ചുവെന്നും അതേ രക്ഷിതാവ് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എൻ്റെ കുട്ടിയെ ഞാൻ ഈ യൂണിഫോം ധരിപ്പിച്ച് തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിലപാടിനനുസരിച്ച് വിടാൻ ഒരുക്കമാണ് എന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോഴും മുജീബ് റഹ്മാൻ പറയുന്നുണ്ട് ആ നിലപാടാണ് ഈ രക്ഷിതാക്കൾക്കുള്ളത് എന്ന്. അപ്പോൾ അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്യാനൊക്കെ അവർ ഒരുക്കമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ശരീരഭാഷ ആയിരുന്നില്ല സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് പ്രിൻസിപ്പളിൻ്റെയും ഒപ്പം PTA പ്രസിഡന്റിൻ്റെയും ഇന്ന് ആ രക്ഷിതാക്കളുടെ, അത് ഞാൻ ആവർത്തിക്കുന്നു, ഈ പെൺകുട്ടിയുടേതല്ല, മറ്റ് 2 കുട്ടികളുടെ രക്ഷിതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് ഈ പേരുകളടക്കം തന്നെ, അതായത് പ്രിൻസിപ്പൽ എന്നും PTA പ്രസിഡന്റ് എന്നും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വ്യക്തികൾ മാത്രമാണോ ഇത്തരത്തിലൊരു അസഹിഷ്ണുത പുലർത്തിയത് എന്നതും സ്വാഭാവികമായി സംശയമായി വരുമല്ലോ. തീർച്ചയായും അവർ അസഹിഷ്ണുത പുലർത്തിയെങ്കിൽ അത് വളരെയധികം വേദനാജനകവും അത് അത് തിരുത്തപ്പെടേണ്ടതുമാണ്. ഞാൻ പറഞ്ഞ സ്വാഭാവികമായും ഇവിടെ രമ്യമായി പരിഹരിക്കപ്പെട്ട വിഷയമാണ്. മറ്റൊരു മതത്തിൽ അവരെ സംബന്ധിച്ചത് ആവശ്യമാണെങ്കിൽ ഹിജാബ് അവരുടെ നിയമാവലിയിൽ മാറ്റം വരുത്തണമെങ്കിൽ ആവശ്യമില്ല, അടുത്ത വർഷം വരെ മാറ്റം വരുത്തണം. ഈ വർഷം ഇങ്ങനെ പോകുന്നതിൽ പോട്ടെ, അടുത്ത വർഷം വരെ അവർ ആ നിയമാവലിയിൽ മാറ്റം വരുത്തി ഹിജാബ് ധരിച്ച കുട്ടികളെയും അവിടെ പ്രവേശിക്കാനുള്ള അവസരം കൊടുക്കണം. സ്വാഭാവികമായും നമുക്കിവിടെ വേണ്ടത് ശാന്തി സമാധാനവുമാണ് ആവശ്യമുള്ളത്, അല്ലാതെ ഏറ്റുമുട്ടലുകളല്ല. രണ്ടാമതായിട്ട് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ അവിടെ കടന്നു വരിക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇതൊരു എയ്ഡഡ് സ്കൂളല്ല, ഇതൊരു CBSE സ്കൂൾ. അവിടെ ഫീസ് കൊടുത്ത് മാത്രം പഠിക്കുന്ന പിള്ളേർ അവിടെ ചെല്ലുന്നത്, അത് മനസ്സിലാക്കണം. അതായത് ഫീസ് കൊടുക്കാതെ ആർക്കും അവിടെ പഠിക്കാൻ സാധിക്കത്തില്ല. ഗവൺമെന്റ് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ആകപ്പാടെ ഗവൺമെന്റ് NOC മാത്രം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണത്. അപ്പൊ സ്വാഭാവികമായും അവർക്കൊരു പക്ഷേ എന്തുകൊണ്ടാണ് അവർ അവരുടേതായ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അങ്ങനെ അവർ നിയമാവലിയിൽ മാറ്റം വരുത്താത്തത് എങ്കിൽ പോലും നമ്മളെ കൊണ്ടൊക്കെ സാധിക്കുന്ന രീതിയിൽ അതിനെ അവരെ ബോധവൽക്കരിച്ച് അടുത്ത വർഷം വരെ ആ നിയമാവലി മാറ്റേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അല്ല, പക്ഷേ മാനേജ്മെന്റ് വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ നിയമാവലിക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകൂ എന്നല്ലേ അവർ പറയുന്നത്. ആ പ്രിൻസിപ്പൾ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അത് മാത്രമല്ല, കോടതി വിധി നിലവിലുണ്ട് എന്നവർ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇപ്പോൾ അടുത്ത വർഷം അവർ അങ്ങനെ നിയമം മാറ്റുമെന്ന് കരുതാൻ പറ്റുമോ? അവർ കോടതി വിധിക്ക് അനുസരിച്ച് പോകുമെന്നല്ലേ പറയുന്നത്. അല്ല, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ ആ വിദ്യാർത്ഥികൾ പഠിക്കാൻ അങ്ങനെ അവസരമില്ലാത്തടത്ത് പഠിക്കാൻ പോകാതിരിക്കാനല്ലേ പിന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഭാഗത്ത് വന്നു അല്ല, അവിടെയാണ് ഈ മുസ്ലിം സംഘടനകൾക്ക് വിയോജിപ്പുള്ളത്. അവർക്ക് അർഹതപ്പെട്ട വിദ്യാഭ്യാസം എന്നത് അത് അവിടെയാണ് പഠിക്കേണ്ടതെങ്കിൽ അവിടെ പഠിക്കണം. പക്ഷേ അവരുടെ മതപരമായ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞ മാർപ്പാപ്പ ഇപ്പൊ പുതിയ മാർപ്പാപ്പ ലിയോ മാർപ്പാപ്പ അവിടെ റോമിൽ വത്തിക്കാനിൽ വരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലൈബ്രറി അവിടെ ഒരു മുറി തുറന്നു കൊടുത്തത്. 500-600 വർഷം പഴക്കമുള്ള ലൈബ്രറിയുടെ മുറി തുറന്നു കൊടുത്തു. അത് മാർപ്പാപ്പ കണ്ട വിശാലമായ ഒരു അർത്ഥത്തിൽ കണ്ട കാര്യമാണത്. എന്ന് പറഞ്ഞത് എല്ലാം നമുക്ക് മറ്റുള്ള ആ ഒരു വിശാലത എന്തുകൊണ്ടാണ് സെന്റ് റീത്ത സ്കൂളിലെ അധ്യാപകർക്ക് ഉണ്ടാകാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് അത് ഓരോ ഞാൻ അവിടെ ഒരു PTA പൊതുവായി തീരുമാനം എടുത്ത് കാണും ഈ യൂണിഫോം മതിയെന്ന്. ഇത് അവിടെ അവർ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. അവിടെ PTA എന്ന് പറഞ്ഞ ബോഡിയുണ്ട്. അവർ പൊതുവായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ബൈലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ രണ്ടാമതൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ മറ്റു കുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേക സ്ഥാനത്ത് ഈ ഒരു കുട്ടിക്ക് മാത്രം വേണ്ടത്, ആ കുട്ടിയും എന്തിനാണ് വാശി പിടിക്കുന്നത്? അല്ല, അത് പറഞ്ഞല്ലോ അവർ. അവരുടെ മതപരമായ പ്രായപൂർത്തിയായാൽ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ അവർക്ക് ഒഴിവാക്കാനാകാത്ത ഒന്ന് എന്നാണ് അവർ പറയുന്നത്. അല്ലല്ല, അവിടെ മറ്റ് 10-50 കുട്ടികളോളം പഠിക്കുന്നുണ്ട്. 50ഓളം ഇതേ സെയിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരാരും അതൊരു അങ്ങനെ മതപരമായിട്ട് ഒഴിവാക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ ഒരു മതപണ്ഡിതൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലെ കിടക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും എന്റെ കാലഘട്ടത്തിലൊന്നും ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച കോളേജുകളിലോ സ്കൂളുകളിലോ ഒന്നും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തില്ല. അതിപ്പോ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക്
ഉണ്ടായ മാറ്റങ്ങളാണ്. എന്തെങ്കിലും ആട്ടെ. അല്ല, അത് ശ്രീ മുജീബ് റഹ്മാൻ നേരത്തെ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം പറയുന്നത് അത് അങ്ങനെയൊന്നും അല്ല എന്നാണ്. അതൊന്നും അവിടുന്ന് ഏതായാലും ഈ മധ്യതിരുവിതാംകൂറിൽ ഇങ്ങോട്ടില്ലായിരുന്നു. എനിക്കറിയാൻ മേലാതെ വടക്കൻ മേഖലകളിൽ കാണുമായിരിക്കും. മധ്യതിരുവിതാംകൂറിൽ ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വന്ന കാര്യങ്ങളാണ്. പഴയതായിട്ട് തുടർന്നു പിന്നായിരുന്നു. അല്ല, മുജീബ് റഹ്മാൻ കൊച്ചി സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെന്ന് ഇത് ഞാൻ പറഞ്ഞ ഞാൻ എന്റെ കാലഘട്ടത്തിൽ എന്റെ പ്രായത്തിലും കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ജോലിക്ക് വരുന്നവരിപ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ അഭിഭാഷക നിലയ്ക്ക് പല അഭിഭാഷകരെ ഞാൻ പരിചയപ്പെടാറുണ്ട്, അവരെ കാണാറുണ്ട്. അവരാരും ഈ രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ നടത്തുന്നവരുമല്ല. അതുകൊണ്ട് അതവരുടെ ഇഷ്ടം, അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. ചോയ്സാണ്. നമ്മൾ മറ്റൊരു മതത്തിന്റെ അന്തസ്സത്തിലേക്ക് കടന്നു നടക്കാനോ അവിടുത്തെ വികാരങ്ങൾ നടത്താൻ നമ്മൾ തയ്യാറുമല്ല. പക്ഷെ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ചർച്ചകൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ സ്കൂളിന്റെ ചർച്ച നമുക്ക് ഒരു അരമണിക്കൂർ കൂടി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ചർച്ച പാനലിസ്റ്റുകൾക്ക് സമയം തികഞ്ഞില്ല എന്നൊരു ആക്ഷേപം ഉള്ളത് കൊണ്ട് തീർച്ചയായും ഞാൻ പറയണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ അനുസരിച്ച് അത് അതിലേ പോട്ടെ. ഞാൻ ഇവര് പറയുന്നതിന് മുമ്പ് നിസ്കാരം മുറിയെ പറ്റി എന്തെല്ലാം ചർച്ചകൾക്ക് ശേഷമാണ് മതപണ്ഡിതർക്ക് ഇടപെട്ടത്. അവിടെ നടക്കുകയായിരുന്നു കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഇടപെട്ടത്. വളരെയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, നിർമ്മല കോളേജിൽ ഉണ്ടായി. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. രണ്ടാമതൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ കേരള ഗവൺമെന്റ് എടുക്കുന്ന ഓർഡറാണ് സ്റ്റുഡന്റ് കാഡറ്റ് പോലീസിന് യാതൊരു വിധത്തിലുള്ള മതത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന്. അത് നമ്മുടെ സൈനിക വിഭാഗങ്ങളിലും വലിയ പരിമിതിയുണ്ട്. അതിന്റെയൊക്കെ ഒരു ഫോർമാറ്റ് ആണല്ലോ. അതിന് നമ്മൾ പൂർണ്ണമായും അതാണ് എല്ലായിടത്തും എന്നുള്ള രീതിയിൽ കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത്തരം ചില ഫോർമാറ്റുകളിൽ ചില ആളുകൾക്ക് ചില സമയത്തെങ്കിലും ഇളവൊക്കെ ലഭിക്കാറുണ്ട്. ചില പ്രത്യേക റെജിമെന്റുകൾ തന്നെ സിഖ് മതവിഭാഗത്തിന് വേണ്ടി അനുവദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് മറ്റ് അതിഥികളിലേക്ക് കൂടി വരാം. നമുക്കൊരു ഇടവേള അതെന്തായാലും ചർച്ചയുടെ ഭാഗമാണെങ്കിലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ശ്രീ മുജീബ് റഹ്മാൻ ഒപ്പം ശ്രീ അമീർ വളരെ പെട്ടെന്ന് തിരികെ എത്താം. കാരണം പി ജോസഫിന്റെ പ്രതികരണത്തിലുണ്ട്. അദ്ദേഹം മറ്റ് സ്ഥാപനങ്ങളിലൊന്നും ഇത് അനുവദിക്കുന്നതിൽ ഒരു എതിർപ്പും പറയുന്നില്ല. മാർപ്പാപ്പയുടെ ഉദാഹരണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലെ ഭീതി എവിടെ എന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്തു പോകേണ്ടത്. അങ്ങനെ ഒരു അനാവശ്യ ഭീതി പരത്തുന്നുണ്ടോ നമ്മുടെ സമൂഹത്തിൽ ചിലരെങ്കിലും എന്നത് തന്നെയാണ് ചർച്ചയുടെ ഫോക്കസ്. വളരെ പെട്ടെന്ന് തിരികെ എത്താൻ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ PTA പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും തരത്തിൽ ഒരു അസഹിഷ്ണുതയുണ്ടായെങ്കിൽ അത് ശരിയല്ല എന്ന് തന്നെ ക്രൈസ്തവ വിഭാഗത്തിന്റെ കൂടി പ്രതിനിധിയായിട്ടുള്ള ശ്രീ പി ജോസഫ് പറയുന്നുണ്ട്. ഒപ്പം മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ പലയിടത്തും ഇത് അനുവദിക്കുന്നു എന്നതും പറയുന്നുണ്ട്. അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കലിലേക്ക് ഒരു വിഭാഗം പോകുന്നത്? അങ്ങനെ പട്ടിക തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു മതസ്ഥർ ആയിട്ടുള്ളവർക്കും അവർക്കും അവകാശങ്ങളില്ലേ എന്ന സ്വാഭാവികമായ ഒരു ചിന്തയുണ്ടാകും. എല്ലാ സ്കൂളുകളിലും എല്ലാം അനുവദിക്കണം എന്ന ഒരു സ്വാഭാവികമായ ചിന്തയുണ്ടാകും. അവിടെ സ്വാഭാവികമായും ഇത്തരം വിഷയമുണ്ടാകുമ്പോൾ ഇരുഭാഗത്തു നിന്നും അതിനെ ഏറ്റവും ലളിതമായി പരിഹരിക്കുവാനുള്ള ഒരു നീക്കമല്ലേ ഉണ്ടാകേണ്ടത്? ബഹുമാനപ്പെട്ട PP ജോസഫ് സാറ് ആ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, അങ്ങനെ അവരുടെ ഭാഗത്ത് അസഹിഷ്ണുത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലാന്നും അദ്ദേഹം പോപ്പിന്റെ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് കാണിച്ച് വളരെ സ്വാഗതാർഹമാണ്. അതുതന്നെയാണ് നമ്മൾ കേരളീയ ഒരു സമൂഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ഒരു മതപരമായ സൗഹാർദ്ദം, നമ്മളുടെ ഒരു സെക്യുലർ ഫാബ്രിക് ഒക്കെ നിലനിർത്താൻ. ഇപ്പോ ഈ ഡാറ്റ ശേഖരിക്കുക എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ അദ്ദേഹം വ്യക്തിപരമായി ചെയ്യുന്ന ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം മീഡിയകളോട് സംസാരിക്കുന്നത് മനസ്സിലായത്. അദ്ദേഹം വ്യക്തിപരമായി അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അദ്ദേഹം ഒരു മീഡിയയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. അദ്ദേഹം ഞാൻ വേണമെങ്കിൽ ഒന്ന് അതും കേൾപ്പിച്ചു തരാം. സത്താർ പന്തല്ലൂർ ഞങ്ങളോട് പ്രതികരിച്ച എങ്ങനെയാണ് എന്ന് കേൾക്കാം. നമ്മളൊരു ഡിബേറ്റ് ആണല്ലോ, അപ്പോൾ നമ്മൾ വസ്തുതാപരമായി വേണമല്ലോ വിഷയത്തെ കാണാൻ. അതുകൊണ്ടാണ്. താങ്കളൊന്ന് ശ്രദ്ധിച്ചോളൂ. പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. നമുക്കറിയാം, ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസമുണ്ടാവും. എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു, അവര് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് കേട്ട് കാണും എല്ലാ സംഘടനകളും. ഞാൻ അതാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ
അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. സംഘടനയുടെ പേരിൽ, അതെ, അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരിലല്ല അത് ചെയ്യുന്നത്. അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എല്ലാ സംഘടനകളുടെ പേര് തുടങ്ങിയാൽ എന്തെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമാണ്. അപ്പൊ അദ്ദേഹം വ്യക്തിപരമായി, സ്വാഭാവികമായിട്ട് സംഘടന അതിന്റെ ഒരു അനുമതി കൊടുക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ അദ്ദേഹം വ്യക്തിപരമായി ചെയ്തൊരു സംഗതിക്ക് മറ്റ് സംഘടനകളിൽ നിന്ന് സപ്പോർട്ട് കിട്ടി എന്നാണ് പറയുന്നത്. അതും അദ്ദേഹം വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ആർക്കെങ്കിലും എവിടെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കും. എനിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ മാത്രം നോക്കേണ്ട ആവശ്യമില്ല, എല്ലാ മതക്കാരിലും ഏത് മതത്തിൽപ്പെട്ടൊരു വിദ്യാർത്ഥിയും ഏതെങ്കിലും പൊതുവിദ്യാലയത്തിൽ തന്റെ മതപരമായ ഐഡന്റിറ്റി വെളിവാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സഭകൾക്ക് പറയാൻ അവർക്ക് പ്രതിനിധികളുണ്ട്, ഹിന്ദു വിഭാഗങ്ങൾക്കുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇദ്ദേഹം പിന്നെ അതിൽ എല്ലാരും ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അത് കണ്ടെത്തിക്കോട്ടെ. ഹിജാബ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഈ മറ്റു മതത്തിലുള്ള ആളുകളും കൂടിയിട്ട് തന്നെ അങ്ങനെ കണ്ടെത്തി. കാരണം എവിടെയെങ്കിലും അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി അനുഭവിച്ചുകൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥി പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും, ഇപ്പൊ ഈ കുട്ടി തന്നെ അവിടുന്ന് TC വാങ്ങുന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാനലിൽ ഇരിക്കുന്ന 4 ആളുകളും അഭിലാഷും അടക്കം എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. നമ്മളുടെ മതേതരത്വ ഒരു പൊതുവിദ്യാലയത്തിൽ, കേരളത്തിൽ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിക്കാൻ കഴിയാതെ ഒരു കുട്ടി പുറത്തു പോകുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ്. അപ്പൊ ആ നിലക്ക് ഇത് പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടിയെ നമുക്ക് അതിൽ നിന്ന് ഒരു ഭയപ്പാടോടുകൂടി, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോടുകൂടി ഏതെങ്കിലും കുട്ടി തന്റെ മതപരമായ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ഒരു കൺസേൺ ആയിട്ട് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുമെങ്കിൽ ഒരു നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ്. ശ്രീ മുജീർ റഹ്മാൻ, താങ്കൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമുക്ക് ചർച്ചയുടെ ഒരു ഡിബേറ്റിന്റെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ കുറച്ചുകൂടി സമയത്തിലേക്ക് നൽകിയത്. എനിക്ക് ഇടയ്ക്കൊന്ന് ഇടപെടേണ്ടതായി വന്നിരുന്നു. അത് ശ്രീ അനുരാജിന് സ്വാഭാവികമായ ഒരു ചർച്ചയുടെ ഭാഗമായി സമയക്കുറവ് ആയിരുന്നു എന്നതുകൊണ്ടാണ്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വരികയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ നിർത്തണം. എൻ്റെ അറിവൊക്കെ വിട്ടേക്കൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വായനാനുഭവമേ ഉള്ളൂ. അതിനപ്പുറത്ത് മത വിഷയങ്ങളിലൊന്നും വലിയ പരിജ്ഞാനമില്ല. ഞാൻ അതിനെക്കുറിച്ച് വലിയ ബോധേടുമല്ല, അങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുമല്ല. പക്ഷേ ഈ പറയുന്നത് പോലെ ഏതൊരു മതവുമാകട്ടെ പരസ്പരം സഹകരിക്കുക, ഒരു പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ എന്നതിലൂടെ മാത്രമാണല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. അതിനപ്പുറത്ത് ഈ വിഷയത്തിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പിടിവാശിയിലേക്ക് പോയാൽ ഈ കണക്കെടുത്തുകൊണ്ട് മറ്റ് സ്കൂളുകളെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ ഒക്കെ തിരുത്തുക എന്നത് പ്രാക്ടിക്കലാണോ? പ്രത്യേകിച്ച് നമുക്കൊരു ഭരണ സംവിധാനത്തിനൊക്കെ അപ്പുറത്ത് നമ്മുടേതായ ഒരു പരമോന്നത നീതിപീഠവും കോടതിയും സംവിധാനവും ഒക്കെ ഉണ്ടല്ലോ. ഞാനത് തന്നെ സൂചിപ്പിക്കുന്നു 2 കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ നമ്മുടെ PP ജോസഫ് സാർ സൂചിപ്പിച്ച ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ആങ്കറും സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു സ്കൂളാകുമ്പോൾ അവിടെ ആ സ്കൂളിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അത് അനുസരിക്കാൻ, അംഗീകരിക്കാൻ അവിടുത്തെ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അത് ആ ചോദ്യം തന്നെയാണ് താങ്കൾ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്തല്ലേ? ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഭരണഘടനയും നിയമവ്യവസ്ഥയും കോടതിയും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും വിദ്യാഭ്യാസ ബോർഡും അതേപോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കുട്ടിയോട് ആ സ്കൂളിൻ്റെ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ക്ലാസ്സിൽ വരണമെന്ന് ശഠിക്കുന്ന മാനേജ്മെൻറ്റും സഭയും PP ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് തട്ടിനിട്ട് സ്കൂളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏറ്റവും ആരോഗ്യകരമായ സമീപനം അദ്ദേഹം സ്വീകരിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് ഈ ഭരണഘടനയ്ക്ക് കീഴിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, ഈ രാജ്യത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാനും അംഗീകരിക്കാനും സ്കൂൾ മാനേജ്മെന്റ് ബാധ്യസ്ഥരാണ്. ശരി, അവിടെ ഒന്ന് ഇടപെടുന്നത് സ്കൂൾ മാനേജ്മെന്റ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് 2018 ഹൈക്കോടതി വിധിയാണ്. മുസ്താഖ് മുഹമ്മദ് 2018 ഇതിനൊരു വിദ്യാർത്ഥിമാരുടെ വിഷയം മുസ്താഖ് മുഹമ്മദിന്റെ 2018 വിധി നിങ്ങൾ പറയുമ്പോൾ 2016 അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിധിയെക്കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ഇവിടെ ഈ പറയപ്പെടുന്ന മുസ്താഖ് മുഹമ്മദിന്റെ വിധി നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും കേരള ഹൈക്കോടതി ഈ എറണാകുളത്ത് തന്നെയാണല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സ്കൂൾ സ്കൂൾ മാനേജ്മെന്റ് നിലവിൽ ശരി ശ്രീ മുജീർ റഹ്മാൻ, ഈ വിഷയത്തിൽ കോടതിയുടെ വിധി എന്നത് മാനേജ്മെന്റിന് അനുകൂലമാണെങ്കിൽ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ്.
അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. മുസ്താഖ് മുഹമ്മദിന്റെ വിധിയെക്കുറിച്ച് 2018 വിധിയെക്കുറിച്ച് പറയുമ്പോൾ 2016 കുട്ടികൾക്ക് തട്ടമിട്ട് അവരുടെ മതാചാരം അനുസരിച്ചുകൊണ്ട് പോകാമെന്നുള്ളതുമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. 2018 2016 അവിടെ നിൽക്കട്ടെ. ഇത് 2025 ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂൾ മാനേജ്മെന്റ് തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ നിയമത്തിന് വിരുദ്ധമായി ഒരു കുട്ടി തട്ടനിട്ടുകൊണ്ട് വരുന്നു. അതിനുശേഷമാണ് ആ കേസ് പോയതിനു ശേഷമാണ് അദ്ദേഹം ആ സ്റ്റാൻഡിൽ നിന്ന് രക്ഷകർത്താവ് മാറിയത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത ആ കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് വന്ന തീരുമാനം എന്തായിരുന്നു? ആ കുട്ടിക്ക് രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ആ തലയിൽ തട്ടനിട്ട് അല്ല അങ്ങനെ വന്നിട്ടില്ലല്ലോ. അങ്ങനെ അന്തിമ തീരുമാനം വന്നോ? എനിക്കറിയില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിൽ സ്റ്റേ ആണ് ചോദിച്ചത് കോടതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സർക്കാരിന്റെ റിപ്പോർട്ട് വാങ്ങിയിട്ടേ ഉള്ളൂ. അതെ, കോടതി വിധി വരുന്നേ ഉള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. കോടതിയുടെ വിധി വന്നാൽ അതിൽ വാക്കിൽ കയറി പിടിക്കല്ലേ. സംസാരിക്കട്ടെ. ശരി, വളരെ പെട്ടെന്ന് ഇനി സമയമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഈ പറയപ്പെടുന്ന DD കൊടുത്തിട്ടുള്ള പേപ്പർ നിലവിൽ ആ കുട്ടിക്ക് തട്ടമിട്ട് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന്. നേരത്തെ കോടതി മാത്രമല്ല, ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്, DD ഉണ്ട്, മന്ത്രിയുണ്ട്. ആ സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടി അവിടുത്തെ ചട്ടമനുസരിച്ച് പാലിക്കണമെന്ന് പറയുന്ന സ്കൂൾ മാനേജ്മെന്റിനോട് പറയാനുള്ള ഇവിടെ ആ സ്കൂളിന് NOC കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ഇവിടെ ഉണ്ട്, ഒരു വിദ്യാഭ്യാസ വകുപ്പുണ്ട്, കാക്കനാട് ഒരു DD ഇരിപ്പുണ്ട്, തിരുവനന്തപുരത്ത് ഒരു മന്ത്രി ഇരിപ്പുണ്ട്. അവരൊക്കെ പറയുന്നത് ഞങ്ങൾ കേൾക്കൂല. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഞങ്ങളുടെ ഈ സ്കൂൾ മാനേജ്മെന്റ് ബാക്കി തൊട്ടടുത്ത പള്ളിയിലെ മറ്റൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന് മറ്റൊരു നിയമമാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ സംസാരിക്കില്ല. ഞാനൊരു കാര്യം സംസാരിക്കും അല്ല, അങ്ങനെയല്ല സംസാരിക്കില്ല. ഞാനൊരു കാര്യം സൂചിപ്പിക്കുമ്പോൾ ആങ്കർ വിദ്യാഭ്യാസ വകുപ്പിന് അതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ സ്വാഭാവികമായി നടപടി എടുക്കണമെങ്കിൽ എടുക്കാം. അതിനൊന്നും ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എന്താ എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. അല്ലല്ല, തടസ്സപ്പെടുത്തുകയല്ല ശ്രീ മുജീബ് റഹ്മാൻ. താങ്കൾ പറഞ്ഞപ്പോൾ എന്താണ് സർക്കാരിന്റെ നിലപാടെന്ന് കോടതി ചോദിച്ച പശ്ചാത്തലമാണുള്ളത്. ഒന്നുകൂടെ ചോദിച്ചു, CBSE സ്കൂളിൽ സർക്കാരിന് അധികാരമില്ലല്ലോ ഇടപെടാൻ എന്നല്ലോ എന്ന കാര്യം നമുക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ എന്നാണ് ജഡ്ജി ചോദിച്ചത്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ഉത്തരവ് നൽകുന്നത്? ഇവരുടെ മറുപടി വരട്ടെ, ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല ആ വിഷയത്തിൽ എന്ന് പറഞ്ഞാണ് സംസ്ഥാന ഗവൺമെന്റ്. എന്തിനാണ് ഞാനൊരു പരാമർശം നടത്തുമ്പോൾ അതിൽ ഇടയ്ക്ക് കയറി പരാമർശമല്ല സാർ, അങ്ങനെ താങ്കൾ പറയരുത്. ഇതൊരു ചർച്ചയാകുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു, കോടതിയുടെ ഉത്തരവ്. ഞാൻ അതാണല്ലോ താങ്കളോട് ചോദിച്ചത്. കോടതി ഉത്തരവ് ഹിജാബിന് അനുകൂലമാകട്ടെ, അതല്ല മാനേജ്മെന്റിന് അനുകൂലമാകട്ടെ, അതെന്തുമാകട്ടെ, കോടതി ഉത്തരവ് മാനേജ്മെന്റിനാണ് അനുകൂലമെങ്കിൽ ഈ വിഷയം അവിടെ അവസാനിപ്പിക്കുമോ എന്നാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. വളരെ പെട്ടെന്ന് അതിലേക്ക് മാത്രം, എനിക്ക് സമയം അതിക്രമിച്ചു. ഇപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് DD സ്കൂൾ മാനേജ്മെന്റിന് കൊടുത്ത ആ കുട്ടിയെ, ഞാൻ പറയുന്നില്ല എന്നൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ സൂചിപ്പിച്ചോ, ആ കുട്ടിക്ക് തട്ടമിട്ട് സ്കൂളിൽ പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. കാരണം അതിനെതിരെ കൊടുത്തിരുന്ന DD കൊടുത്ത ആ പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് സ്റ്റേ ചെയ്യണമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അതിന് സ്റ്റേ ചെയ്യാൻ നിലവിൽ ഹൈക്കോടതി തയ്യാറായിട്ടില്ല. അത് വരട്ടെ, അതിന്റെ വിധി വരട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അവകാശമില്ല, അധികാരമില്ലല്ലോ എന്നാ പറഞ്ഞത്. സാറേ ഹൈക്കോടതി എന്ത് പറയട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഹൈക്കോടതി പറഞ്ഞു, സർക്കാർ പറഞ്ഞിട്ടും. എന്തായാലും ഇനി നമുക്ക് തർക്കിച്ചു പോകാൻ സമയമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത സ്കൂൾ നടപടി ശരിയോ എന്നായിരുന്നു ഓൺലൈൻ വഴി ഒരു കാര്യം ദയവായി എനിക്ക് അത്യാവശ്യമായി ഈ ചർച്ച അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത് 30 സെക്കൻഡ് നിലവിലെ നമ്മുടെ PP ജോസഫ് സാർ പറഞ്ഞിരുന്നു, നിലവിലെ അദ്ദേഹം അഭിഭാഷകനാണെന്ന് പറഞ്ഞിരുന്നു. ആ അഭിഭാഷകനായ PP ജോസഫ് സാറിനോട് ചോദിക്കട്ടെ, ആ അഭിഭാഷകർക്ക് അവരുടെ യൂണിഫോം, അവരുടെ ആ കറുത്ത ഗൗൺ,
അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള യൂണിഫോമാണ്. താങ്കൾ പോകുന്ന കോടതിയിൽ ആ കറുത്ത ഗൗണിനോടൊപ്പം തന്നെ മുസ്ലിം വനിതാ അഭിഭാഷകർ തലയിൽ സ്കാർഫ് ഇട്ട് വരുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ എൻറോളിംഗിന് വാങ്ങിക്കുന്നതിന് വേണ്ടി ഈ പറയപ്പെടുന്ന ചർച്ച അവസാനിപ്പിക്കുന്നു. അവിടെ എത്തപ്പെടുന്ന അഭിഭാഷകർ തലയിൽ ഹിജാബ് ഇട്ടുകൊണ്ടാണ് ചോദ്യത്തിന് 61% പ്രേക്ഷകർ സ്കൂളിന് നിലപാട് ശരിയെന്നാണ് പറയുന്നത്. ഏതാണ്ട് 15,000-ലധികം ആളുകളാണ് ഓൺലൈൻ വഴി വോട്ട് ചെയ്തിട്ടുള്ളത്. അല്ല എന്ന് 28%, നിഷ്പക്ഷ നിലപാട് 3%. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.